Good morning. Okay. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തായിരുന്നു അല്ലെ? ആംബുലൻസ് സർവീസ് ആണ്. നമുക്ക് ഈ ഒരു ചാപ്റ്റർ കൂടി നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാകും. ഓക്കെ, ആംബുലൻസ് സർവീസ്. അതിനകത്ത് നമ്മൾ ഏതൊക്കെയാണ് ഫസ്റ്റ് നമ്മൾ നോക്കിയത്? ഫങ്ഷണൽ ടൈപ്പ് അനുസരിച്ച് നമ്മൾ ആംബുലൻസിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാന്ന് പറഞ്ഞു അല്ലെ? ആദ്യം നമ്മൾ ബേസിക് ആയിട്ട് നമുക്ക് ആംബുലൻസിന് നമുക്ക് റോഡിലൂടെ പോകുന്നത്, എയറിൽ കൂടെ പോകുന്നത്, വാട്ടറിലൂടെ പോകുന്നത് എന്നൊരു വേറൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ചെറുതായിട്ട് റോഡ് ഗോയിങ് ആംബുലൻസ് ഉണ്ട്, എയർ ഗോയിങ് ആംബുലൻസ് ഉണ്ട്, വാട്ടർ ഗോയിങ് ആംബുലൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഫങ്ഷണൽ ടൈപ്പ് അനുസരിച്ച് ആംബുലൻസിലെ നമുക്ക് ചെറുതായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയായിരുന്നു? എമർജൻസി ആംബുലൻസ് ഉണ്ട്, സെക്കൻഡ് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ്, തേർഡ് ആംബുലൻസ് ബസ്, ഫോർത്ത് ചാരിറ്റി ആംബുലൻസ്, ഫിഫ്ത്ത് ബാരിയാട്രിക് ആംബുലൻസ്, സിക്സ്ത് റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ്, സെവൻത് വൺ സൈക്യാട്രിക് ആംബുലൻസ്. അങ്ങനെ ഫങ്ഷണൽ ടൈപ്പ് അനുസരിച്ച് നമുക്ക് ആംബുലൻസിനെ 7 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ഇത്രയല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് അല്ലേ? യെസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ടൈപ്പ് ഓഫ് റോഡ് ആംബുലൻസ് ബേസ്ഡ് ഓൺ ദ ലെവൽ ഓഫ് കെയർ. നമുക്ക് അവിടെ നമുക്ക് കിട്ടുന്ന കെയറിന്റെ ലെവൽ അനുസരിച്ച് നമുക്ക് ആംബുലൻസിനെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. Okay, based on the level of care, road ambulance can be classified into 4. ഏതൊക്കെയാ? ടൈപ്പ് എ, ടൈപ്പ് ബി, ടൈപ്പ് സി, ടൈപ്പ് ഡി. അങ്ങനെ 4 ടൈപ്പ് ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. എന്തിനെ ബേസ് ചെയ്തിട്ടാ? ബേസ്ഡ് ഓൺ ദ ലെവൽ ഓഫ് കെയർ. നമുക്ക് കിട്ടുന്ന കെയറിന്റെ ലെവൽ അനുസരിച്ച് റോഡ് ആംബുലൻസിനെ നമുക്ക് 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. എനിക്ക് ടൈപ്പ് എ ഉണ്ട്, ടൈപ്പ് ബി ആംബുലൻസ്, ബി ടൈപ്പ് ആംബുലൻസ് ഉണ്ട്, സി ടൈപ്പ് ഉണ്ട്, ഡി ടൈപ്പ് ഉണ്ട്. അതിനകത്ത് ഫസ്റ്റ് നോക്കി ടൈപ്പ് എ. എ ടൈപ്പ് ആംബുലൻസ് എന്ന് പറഞ്ഞതാ മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ. മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ ടൈപ്പ് എ എന്ന് പറയുന്നത്. അതിനകത്ത് 2-3 പോയിന്റ്സ് ആയിട്ട് തന്നിട്ടുണ്ട്. ഫോംഡ് ആസ് പെർ CMVR. CMVR എന്ന് പറഞ്ഞാൽ എന്താ? സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ്. സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ് ആണ് CMVR എന്ന് പറയുന്നത്. അപ്പൊ ഏതാണ് CMVR? സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ് അനുസരിച്ച് ഫോം ചെയ്തത്. ഫോംഡ് ആസ് പെർ CMVR, സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾ അനുസരിച്ച് ഫോം ചെയ്തത്, അത് രൂപീകരിച്ചതാണ് ഇത്. അതിനകത്ത് നോക്കിയേ, നോട്ട് ഏബിൾ ടു ക്യാരി പേഷ്യന്റ് ഹു ആർ ലൈയിങ് ഹൊറിസോണ്ടലി വിത്ത് ഫേസ് ആൻഡ് ടോർസോ ഫേസിംഗ് അപ്പ്. ടോർസോ എന്ന് പറഞ്ഞ ഫേസും നെക്കും അല്ലാത്ത ബാക്കിന്റെ ഭാഗത്തിനാണ് ടോർസോ എന്ന് പറയുന്നത്. ഫേസും നെക്കും അല്ലാത്ത ബാക്കി ഭാഗം ടോർസോ. അപ്പൊ നോക്കിയേ, നോട്ട് ഏബിൾ ടു ക്യാരി ദ പേഷ്യൻസ്. ഇങ്ങനെയുള്ള പേഷ്യൻസിന് കൊണ്ടുപോകാൻ പറ്റില്ല. എങ്ങനെയുള്ളതാ? മുഖവും ശരീരവും ഒക്കെ മുകളിലേക്ക് അഭിമുഖീകരിച്ച് തിരശ്ചീനമായിട്ട് കിടക്കുന്ന, ഹൊറിസോണ്ടലി ഫേസ് ചെയ്ത് കിടക്കുന്ന പേഷ്യൻസിനെ കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പൊ അതിനുള്ള ഫെസിലിറ്റി ഇല്ല. സാധാരണ ടൈപ്പ് ആംബുലൻസ് ആണ് ടൈപ്പ് എ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇപ്പോ എന്തെങ്കിലും ഫ്രാക്ചറോ അല്ലെങ്കിൽ മറ്റുള്ള ഇതൊക്കെ വന്ന് എമർജൻസി അപകടമൊക്കെ പറ്റിക്കഴിഞ്ഞ് നമ്മൾ അനങ്ങാതെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട പേഷ്യൻസ് ഉണ്ടാവുമല്ലോ. ഫ്രാക്ചർ ഒക്കെ പറ്റിക്കഴിഞ്ഞ് നമ്മൾ അവരെ അധികം ശരീരം അവരുടെ ബോഡി ഒന്ന് ഇളക്കാതെ കൊണ്ടുപോകണം അല്ലെ? അപ്പൊ അത് സ്ക്രാച്ച് ഒക്കെ കുറച്ചും കൂടി വില്ലല് കൂടാനൊക്കെ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ബോൺസ് ഒക്കെ പൊട്ടിയിരിക്കുന്നതൊക്കെയാണ് ചിലപ്പോൾ കയറി പോകാൻ നമ്മൾ പിടിക്കുമ്പോഴൊക്കെ കുറച്ചും കൂടി അത് ഒരു പ്രശ്നം രൂക്ഷമാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും എമർജൻസി പറ്റി നമ്മൾ അനങ്ങാതെ തിരച്ചീനുമായിട്ട് ഹൊറിസോണ്ടലി
ഫേസ് ചെയ്ത് നേരെ അനങ്ങാതെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട പേഷ്യൻസ് ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകാനായിട്ട് ഈ ടൈപ്പ് എ ആംബുലൻസിൽ പറ്റില്ല. പറഞ്ഞേക്കുന്നത് നോട്ട് ഏബിൾ ടു ക്യാരി ദ പേഷ്യന്റ് who are lying horizontally with the face at a torso facing upward. Torso എന്ന് പറഞ്ഞാൽ ഫേസ് നെക്ക് അല്ലാത്ത ബാക്കി ഭാഗം അതൊക്കെ മുകളിലേക്ക് ഹൊറിസോണ്ടൽ ആയിട്ട് നേരെ കിടക്കുന്ന പേഷ്യൻസിനെ അനങ്ങാതെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഈ ടൈപ്പ് എയിലില്ല. അതപ്പോ അതിനേതായ ഫെസിലിറ്റി വേണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഒന്നും ഇതിനകത്തില്ല. Not to avail medical facility inside the vehicle. ആ വെഹിക്കിൾ ആംബുലൻസിന്റെ ഉള്ളില് മെഡിക്കൽ ഫെസിലിറ്റി ഇല്ല. ഓക്കെ, മെഡിക്കൽ ഫെസിലിറ്റി ഇല്ലാത്ത ടൈപ്പ് ആണ്. സാധാ ടൈപ്പ് ആംബുലൻസ് ആണ് ടൈപ്പ് എ എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് നോക്കിയേ. CMVR സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾ അനുസരിച്ച് രൂപീകരിച്ചത് ഇത് ഹൊറിസോണ്ടലി കിടക്കുന്ന പേഷ്യൻസിനെ കൊണ്ടുപോകാനായിട്ട് ഈ ആംബുലൻസിൽ പറ്റില്ല. പിന്നെ മെഡിക്കൽ ഫെസിലിറ്റീസ് ഈ വെഹിക്കിൾസിന്റെ ഉള്ളിൽ അവൈലബിൾ അല്ല. Okay, not to avail medical facility inside the vehicle. Clear ആയോ? ടൈപ്പ് എ എന്ന് പറഞ്ഞ സാധാ ടൈപ്പ് ആംബുലൻസ് ആണ്. മെഡിക്കൽ ഫെസിലിറ്റി ഒന്നുമില്ല. ഓക്കെ, ഇത്ര ഓർത്ത് വയ്ക്കാം. സാധാ ആംബുലൻസ് അതിന് വേറെ മെഡിക്കൽ ഫെസിലിറ്റീസ് ഒന്നുമില്ല. അടിസ്ഥാന സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. വേറെ എക്യുപ്മെന്റ്സോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല. ഓക്കെ, അങ്ങനെ അത്രയും എമർജൻസി ആയിട്ടുള്ള പേഷ്യൻസിനെ ഒന്നും അതിന് കൊണ്ടുപോകാൻ പറ്റില്ല. ഇനി അടുത്തത് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് ബി ആണ്. ടൈപ്പ് ബി അതെന്താ? പേഷ്യന്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ്. പേഷ്യന്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ്, പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ഒരു വെഹിക്കിൾ ആണ് ടൈപ്പ് ബി എന്ന് പറയുന്നത്. ഓക്കെ, നോർമലി ക്രൂഡ്. ക്രൂ എന്ന് പറഞ്ഞ ആംബുലൻസിലെ ജോലിക്കാരാണ്, സ്റ്റാഫാണ് ക്രൂ എന്ന് പറയുന്നത്. CREW, ക്രൂ. ക്രൂ ഇപ്പൊ നോക്കിയേ, നോർമലി ക്രൂഡ് ബൈ സ്റ്റാഫ് വിത്ത് എ ലെസർ ക്വാളിഫിക്കേഷൻ than the crews of emergency ambulance. അപ്പൊ എമർജൻസി ആംബുലൻസിൽ വർക്ക് ചെയ്യുന്ന ക്രൂസ് ജോലിക്കാരേക്കായും കുറച്ച് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ മതി ഈ ടൈപ്പ് ബി ആംബുലൻസിൽ. എമർജൻസി ആംബുലൻസിൽ പോകുമ്പോ അതിനുള്ള ഫെസിലിറ്റി കൊടുക്കണമല്ലോ. അപ്പൊ അങ്ങനെയുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ വേണം എമർജൻസി ആംബുലൻസിൽ ജോലിക്കാരെന്ന് പറയാം. ഇതുമായിട്ട് ഈ എക്യുപ്മെന്റ്സ് കാര്യങ്ങളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളുകളെ അവിടെ ആ എമർജൻസി ആംബുലൻസിൽ ക്രൂസ് ആയിട്ട് വെക്കാൻ പറ്റില്ല. അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ എമർജൻസി ആംബുലൻസിലെ ജോലിക്കാർക്ക് ആ എക്യുപ്മെന്റ്സുകളൊന്ന് ഹാൻഡിൽ ചെയ്യാനുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള ഒരു ക്വാളിഫിക്കേഷൻ ഒക്കെ വേണം. പക്ഷേ ഇവിടെ ബി ടൈപ്പ് എന്ന് പറഞ്ഞ ആംബുലൻസിൽ എന്താ? ഈ എമർജൻസി ആംബുലൻസിലെ ക്രൂസിനേക്കാളും ക്വാളിഫിക്കേഷൻ കുറഞ്ഞ സ്റ്റാഫ് മതി ഈ ടൈപ്പ് ബിയില്. നോർമലി ക്രൂഡ് ബൈ ദ സ്റ്റാഫ് വിത്ത് ലെസർ ക്വാളിഫിക്കേഷൻ ദാൻ ദ ക്രൂ ഓഫ് ആൻ എമർജൻസി ആംബുലൻസ്. എമർജൻസി ആംബുലൻസിലെ ജോലിക്കാരേക്കാളും ക്വാളിഫിക്കേഷൻ കുറഞ്ഞ ആളുകൾ മതി ഈ ടൈപ്പ് ബി ആംബുലൻസില്. ഓക്കെ, ഇനി നോക്കിയേ, ഡ്യൂട്ടി ഓഫ് ട്രാൻസ്പോർട്ടിംഗ് പേഷ്യന്റ് ടു ഫ്രം ഓർ ബിറ്റ്വീൻ പ്ലേസസ് ഓഫ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് സച്ച് ആസ് ഹോസ്പിറ്റൽ. ഈ ആംബുലൻസിന്റെ ഡ്യൂട്ടി എന്താ? ട്രാൻസ്പോർട്ടിംഗ് പേഷ്യൻസ്. പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക. എമർജൻസി ആയിട്ടുള്ള പേഷ്യൻസിനെ ഒന്നും അല്ല, നോർമൽ. നമ്മൾ ഇന്നലെ പറഞ്ഞില്ല, ഡയാലിസിസ് ഒക്കെ ചെയ്യാൻ പോണെങ്കിൽ നമുക്ക് അങ്ങനെ പേഷ്യൻസിനെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനും ഡയാലിസിസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇടയ്ക്ക് ചെക്കപ്പിന് വേണ്ടി ഹോസ്പിറ്റലിൽ പോയി വരുന്ന പേഷ്യൻസ് ഉണ്ടല്ലോ, അവരെയൊക്കെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനൊക്കെ. അപ്പൊ അങ്ങനെ ഡ്യൂട്ടി എന്താ അവിടെ പറഞ്ഞേക്കുന്നത്? പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ചെയ്യുക, ട്രാൻസ്പോർട്ടിംഗ് പേഷ്യൻസ്, പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ള ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ. എവിടെന്നാ? ബിറ്റ്വീൻ ദ പ്ലേസ് ഓഫ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് സച്ച് ആസ് ഹോസ്പിറ്റൽ. വീട്ടിൽ നിന്നൊക്കെ ഹോസ്പിറ്റലിലേക്കും തിരിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്കും ഒക്കെ പേഷ്യൻസിനെ കൊണ്ടുപോകുക. ആ ഫെസിലിറ്റി മാത്രമേ ഉള്ളൂ ഏത്? ടൈപ്പ് ബിയില്, ബി ടൈപ്പ് ആംബുലൻസില്. ഇനി ടൈപ്പ് ഏകദേശം ഈ എ ടൈപ്പ് പോലെയൊക്കെ തന്നെ, വേറെ അധികം ഫെസിലിറ്റി ഒന്നും ഈ ആംബുലൻസിൽ ഇല്ല. പേഷ്യൻസിനെ കൊണ്ടുപോകുക എന്നുള്ള ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ. ഇനി നോക്കിയേ, ടൈപ്പ് സി. ഇതിൽ രണ്ടിലും, ടൈപ്പ് എയിലും ടൈപ്പ് ബിയിലും രണ്ടിലും എന്താ ഈ നമുക്ക് ഫെസിലിറ്റി ഒന്നും ഇല്ല കേട്ടോ. മെഡിക്കൽ ഫെസിലിറ്റി വെഹിക്കിളിന്റെ ഉള്ളിൽ ഇല്ല. ഇനി അടുത്തത് ടൈപ്പ് സി ആണ്.
സി ടൈപ്പ് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് എന്ന ഒരു അടിസ്ഥാന ഒരു സപ്പോർട്ട്, ബേസിക് ലൈഫ് സപ്പോർട്ട്, ഒരു അടിസ്ഥാനമായിട്ട് ഒരു ലൈഫ് സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ആംബുലൻസ് ആണ് ടൈപ്പ് സി എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ബേസിക് ലൈഫ് സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ആംബുലൻസ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വേണ്ടി വരും അതിന്. അടിസ്ഥാനമായിട്ടുള്ള ഒരു ലൈഫ് സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആംബുലൻസ് ആണ് ടൈപ്പ് സി എന്ന് പറയുന്നത്. Okay, a vehicle designed for efficiency and comfort in working environment, suitably equipped and suitable staff for the transport and the treatment of patients requiring non-invasive airway management or basic monitoring. ഇവിടെ അടിസ്ഥാന നിരീക്ഷണം, ചില മോണിറ്റർ ചെയ്യേണ്ട കേസുകൾ ഉണ്ടല്ലോ, അവരെ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പേഷ്യൻസ്, ബേസിക് മോണിറ്ററിംഗ് ആവശ്യമുള്ള, പിന്നെ അതുപോലെ നോൺ ഇൻവാസീവ് എയർവേ, അധികം ആക്രമണാത്മകമല്ലാത്ത വായുസഞ്ചാര മാർഗങ്ങൾ, അങ്ങനെയുള്ളത് ബേസിക് ആയിട്ടുള്ള ചില എക്യുപ്മെന്റ്സുകൾ. നോൺ ഇൻവാസീവ് എന്ന് വെച്ചാൽ ആക്രമണാത്മകമല്ലാത്ത, ഒരുപാട് എമർജൻസി അല്ലാത്തത്. ഓക്കെ, നോൺ ഇൻവാസീവ് എയർവേ മാനേജ്മെന്റ് ഓർ ബേസിക് മോണിറ്ററിംഗ് ആവശ്യമുള്ള പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ടൈപ്പ് സി ടൈപ്പ് ആംബുലൻസ് എന്ന് പറയുന്നത്. അവിടെ എന്ത് വേണം? സ്യൂട്ടബിളി എക്യുപ്ഡ്, അതിനനുസരിച്ചുള്ള എക്യുപ്മെന്റ്സുകൾ വേണം. അതുപോലെ സ്യൂട്ടബിൾ സ്റ്റാഫ്, അത് എക്യുപ്മെന്റ്സുകളൊക്കെ അത്യാവശ്യം പ്രവർത്തിപ്പിക്കാനൊക്കെ അറിയാവുന്നതും അതിനെ കുറിച്ചൊക്കെ ഓരോ എക്യുപ്മെന്റ്സും എന്തിനു വേണ്ടിയിട്ടാണ് എന്നൊക്കെ ഒരു നോളജ് ഉള്ള ഒരു സ്റ്റാഫ് ആയിരിക്കണം അവിടെ വേണ്ടത്. Suitably equipped and suitable staff for providing for transport and treatment of patients requiring non-invasive airway management or basic monitoring. Basic monitoring ഒക്കെ ആവശ്യമുള്ള പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള സൗകര്യങ്ങളും അതിനുള്ള സ്റ്റാഫും, അത് സ്യൂട്ടബിൾ സ്റ്റാഫും ഒക്കെ ഉള്ള ഒരു ആംബുലൻസ് ആണ് ടൈപ്പ് സി എന്ന് പറയുന്നത്. ഓക്കെ, അതെങ്ങനെയാ? ഒരു പ്രത്യേക രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള വെഹിക്കിളാണ്. വെഹിക്കിൾ ഡിസൈൻ ഫോർ എഫിഷ്യൻസി, കാര്യക്ഷമമായിട്ടും കംഫോർട്ട്, പേഷ്യൻസിന്റെ കംഫോർട്ടിനൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകം ഡിസൈൻ ചെയ്തിട്ടുള്ള വെഹിക്കിളാണ്. ഓക്കെ, അതില് നല്ല എക്യുപ്മെന്റ്സ് വേണം. അപ്പൊ എക്യുപ്മെന്റ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്യൂട്ടബിൾ സ്റ്റാഫും ആയിരിക്കണം. അടിസ്ഥാന നിരീക്ഷണം ആവശ്യമുള്ള പേഷ്യൻസിനെ, ബേസിക് മോണിറ്ററിംഗ് ആവശ്യമുള്ള അല്ലെങ്കിൽ നോൺ ഇൻവാസീവ് എയർവേ ആവശ്യമുള്ള പേഷ്യൻസിനെയൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ട്രീറ്റ്മെന്റ് ഫെസിലിറ്റിയിലേക്ക് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്കൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടൈപ്പ് സി ആംബുലൻസ് യൂസ് ചെയ്യുന്നത്. ഇനി നോക്കിയാൽ, ഇറ്റ് ഈസ് അറേഞ്ച്ഡ് വിത്ത് ലൈഫ് സപ്പോർട്ട് എക്യുപ്മെന്റ്സ് ലൈക്ക് ആൻഡ് ഓക്സിജൻ സിലിണ്ടർ, BP മോണിറ്റർ ആൻഡ് സ്റ്റെതസ്കോപ്പ്. അപ്പൊ ഇതിനകത്ത് എന്ത് വേണം? ഈ ആംബുലൻസിന് ബേസിക് ലൈഫ് സപ്പോർട്ട് എക്യുപ്മെന്റ്സ് വേണം. ഏതൊക്കെയാ ബേസിക് ലൈഫ് സപ്പോർട്ട് എക്യുപ്മെന്റ്സ് വേണം? ഓക്സിജൻ സിലിണ്ടർ, അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ നോൺ ഇൻവാസീവ് എയർവേ മാനേജ്മെന്റ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ബ്രീത്തിങ്ങിനൊക്കെ പ്രശ്നമുള്ളവർക്ക് എന്ത് വേണം? ഓക്സിജൻ കൊടുക്കണം. അതിനുവേണ്ടി ഓക്സിജൻ സിലിണ്ടർ ഈ വെഹിക്കിളിന് അവൈലബിൾ ആയിരിക്കണം. ഈ ടൈപ്പ് സി ആംബുലൻസിൽ ഓക്സിജൻ സിലിണ്ടർ വേണം, BP മോണിറ്റർ വേണം, സ്റ്റെതസ്കോപ്പ് വേണം. അങ്ങനെ എന്താ ബേസിക് ആയിട്ട് ബേസിക് ലൈഫ് സപ്പോർട്ട് ആവശ്യമായിട്ടുള്ള കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആംബുലൻസ് ആണ്. ഇതിൽ എന്തൊക്കെ എക്യുപ്മെന്റ്സ് വേണ്ടേ? ഓക്സിജൻ സിലിണ്ടർ, BP മോണിറ്റർ, സ്റ്റെതസ്കോപ്പ്. ക്ലിയർ ആണോ നോക്കിയേ? ടൈപ്പ് സി. ഓക്കെ, ഓക്സിജൻ സിലിണ്ടർ, BP മോണിറ്റർ, സ്റ്റെതസ്കോപ്പ് പോലുള്ള ബേസിക് ലൈഫ് സപ്പോർട്ട് എക്യുപ്മെന്റ്സ് ഈ ആംബുലൻസിൽ അവൈലബിൾ ആയിരിക്കണം. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്തത് ഫോർത്ത് വൺ എന്ന് പറഞ്ഞാൽ ടൈപ്പ് ഡി ആണ്. അതെന്താന്ന് നോക്കിയേ? അഡ്വാൻസ്ഡ്
ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. അത് നല്ല എമർജൻസി ആയിട്ടുള്ള ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആണ്. അപ്പൊ ഈ ടൈപ്പ് സിനേക്കാളും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആംബുലൻസ് ആണ് ടൈപ്പ് ഡി എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും ഫെസിലിറ്റി കൂടുതൽ ഏതിന് വേണം? ടൈപ്പ് ഡി ടൈപ്പ് ആംബുലൻസിൽ വേണം. അതെങ്ങനെയാ? അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആണ്. അപ്പൊ കുറച്ചും കൂടി ഈ ടൈപ്പ് സിയിലേക്കായും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിരിക്കണം. അപ്പൊ അതിനനുസരിച്ചുള്ള എക്യുപ്മെന്റ്സും ഈ വെഹിക്കിളിൽ വേണം. ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് ഓൾസോ നോൺ ആസ് കാർഡിയാക് കെയർ ആംബുലൻസ്. അപ്പൊ ഇതിനകത്ത് ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആംബുലൻസ് ഈസ് നോൺ ആസ് കാർഡിയാക് കെയർ ആംബുലൻസ്? ടൈപ്പ് എ, ടൈപ്പ് ബി, ടൈപ്പ് സി, ടൈപ്പ് ഡി. ഏതാ കാർഡിയാക് കെയർ ആംബുലൻസ് എന്ന് അറിയപ്പെടുന്നത്? ഏതാ? ടൈപ്പ് ഡി ആണ്. ഡി ടൈപ്പ് ആംബുലൻസ് ആണ്. അതിനെ പറയുന്നത് എന്താ? അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. Advanced life support ambulance, and it is also known as cardiac care ambulance. അറിയപ്പെടുന്നതാണ് cardiac care ambulance എന്നും അറിയപ്പെടുന്നു. ടൈപ്പ് ഡി ആണ്. ഇവിടെ നോക്കിയേ, a vehicle designed ergonomically. Ergonomically എന്ന് പറഞ്ഞാൽ comfort and efficiency. Comfort and efficiency. കംഫോർട്ട് ആയിട്ടുള്ള നല്ല എഫിഷ്യൻസി ആയിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. അതാണ് എർഗോണമിക്കലി എന്ന് പറയുന്നത്. കാര്യക്ഷമതയ്ക്കും സൗകര്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള വെഹിക്കിൾ ആണ്. എ വെഹിക്കിൾ ഡിസൈൻഡ് എർഗോണമിക്കലി equipped and suitably staffed for the transport and treatment of patient require invasive airway management or intensive monitoring. Intensive monitoring അല്ലെങ്കിൽ invasive ആക്രമണാത്മകമായിട്ടുള്ള എയർവേ മാനേജ്മെന്റ്. അപ്പൊ ഏതാ? അതെന്ന് പറഞ്ഞ ഡിഫിബ്രിലേറ്റർ ഒക്കെ കൊടുക്കേണ്ടി വരും. ഓക്സിജൻ സിലിണ്ടറിൽ ചിലപ്പോൾ പറ്റില്ല. അപ്പൊ അവിടെ കുറച്ചും കൂടി ആക്രമണാത്മകമായിട്ടുള്ള എയർവേ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഇന്റൻസീവ് മോണിറ്ററിംഗ് ആണ്. നല്ല കെയർ ആവശ്യമായിട്ടുള്ള പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അവിടെ എന്താ? അതിനനുസരിച്ചുള്ള എക്യുപ്മെന്റ്സുകൾ വേണം. അത് കുറച്ചും കൂടി ക്വാളിഫിക്കേഷൻ ഉള്ള ആ എക്യുപ്മെന്റ്സുകളൊക്കെ അത്യാവശ്യം ഹാൻഡിൽ ചെയ്യാനൊക്കെ അറിയുന്ന നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ വേണം ഈ ടൈപ്പ് ഡി ആംബുലൻസിൽ വർക്ക് ചെയ്യാൻ. അവിടുത്തെ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിഫൈഡ് ആയിരിക്കണം. ഇപ്പൊ നമ്മള് പോലത്തെ വെയിലാണെങ്കിലും എമർജൻസി ഇതൊക്കെ വയ്ക്കുമ്പോ അതൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്നത് രീതിയിലുള്ള സ്റ്റാഫുകളായിരിക്കണം ആ ആംബുലൻസിൽ വേണം. ഓക്കെ, പിന്നെ അതെന്താ പറഞ്ഞേക്കുന്നത്? ആൻഡ് എ വെഹിക്കിൾ ഡിസൈൻ എർഗോണമിക്കലി equipped and suitably staffed for the transport and treatment of patient requiring invasive എയർവേ മാനേജ്മെന്റ് ഓർ ഇന്റൻസീവ് മോണിറ്ററിംഗ്. തീവ്രമായിട്ടുള്ള നിരീക്ഷണം ആവശ്യമായിട്ടുള്ള നല്ല എമർജൻസി ആയിട്ടുള്ള പേഷ്യൻസിനെയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ടൈപ്പ് ഡി ആംബുലൻസ്. ഓക്കെ, ദിസ് ഈസ് എക്വിപ്ഡ് വിത്ത് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് മെഷീൻ. ഇത് ചോദിക്കാം കേട്ടോ, നോട്ട് ചെയ്തോണ്ട്. അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് മെഷീൻസ് ഏതൊക്കെയാ? സച്ച് ആസ് ഡിഫിബ്രിലേറ്റർ, a machine used to resume the heart. ഹാർട്ട് പുനരാരംഭിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഷീൻസ് ആണ് ഡിഫിബ്രിലേറ്റർ എന്ന് പറയുന്ന ഹൃദയം പുനരാരംഭിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഈ നമ്മള് ഡിഫിബ്രിലേറ്റർ എന്ന് പറഞ്ഞാൽ കണ്ടിട്ടില്ലേ? നമ്മള് ഇങ്ങനെ ഇപ്പൊ CPR ഒക്കെ കൊടുത്തിട്ടും നമുക്ക് CPR ഒക്കെ കൊടുത്തിട്ടും ബ്രീത്തിങ് ഒക്കെ കിട്ടാത്ത പേഷ്യൻസ് ഇല്ലേ? നോർമല് നമ്മൾ സ്ട്രോക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ബ്രീത്തിങ് കിട്ടിയില്ലെങ്കിൽ അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡിഫിബ്രിലേറ്റർ ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അറിയാം, നമ്മുടെ ചെസ്റ്റിന്റെ അവിടെ രണ്ട് ഇതുപോലുള്ള സാധനം ഇങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഇത് കൊടുക്കുന്നത്. അപ്പൊ പെട്ടെന്ന് ഒരു ചെർക്ക് പോലെ പെട്ടെന്നൊരു ബ്രീത്തിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിഫിബ്രിലേറ്റർ. അപ്പൊ CPR കൊടുത്തിട്ട് ഈ ബ്രീത്തിങ് നോർമൽ ആവാത്ത പേഷ്യൻസിനാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിലാണ് ഡിഫിബ്രിലേറ്റർ കൊടുക്കുന്നത്. എ മെഷീൻ യൂസ്ഡ് ടു റെസ്യൂം ദ ഹാർട്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി വെക്കണം കേട്ടോ. എ മെഷീൻ യൂസ്ഡ് ടു റെസ്യൂം ദ ഹാർട്ട് എന്ന് ചോദിക്കും. എന്നിട്ട് അവിടെ ഡിഫിബ്രിലേറ്റർ, ECG മെഷീൻ, വെന്റിലേറ്റർ, ഓക്സിജൻ സിലിണ്ടർ അങ്ങനെയൊക്കെ ചോദിക്കാം.
അപ്പൊ അതിനകത്ത് ഏതാണ് കറക്റ്റ് നോക്കിയിട്ട് നിങ്ങൾ എഴുതുക. ഡിഫിബ്രിലേറ്റർ എന്ന് പറഞ്ഞാൽ എ മെഷീൻ യൂസ്ഡ് ടു റെസ്യൂം ദ ഹാർട്ട്. ഹാർട്ട് പുനരാരംഭിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഷീൻ ആണ് ഡിഫിബ്രിലേറ്റർ. പിന്നെ ECG മെഷീൻ, ECG എന്തിനാ? യൂസ്ഡ് ടു കീപ് ദ ചെക്ക് ഓൺ ദ ഹാർട്ട് റേറ്റ് ഓഫ് എ പേഴ്സൺ. ഹാർട്ട് റേറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഹൃദയത്തിന്റെ മിടിപ്പ്, ഹാർട്ട് റേറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ECG മെഷീൻ ഉണ്ടാകും. പിന്നെ വെന്റിലേറ്റർ ഉണ്ടാകും. വെന്റിലേറ്ററിൽ നമുക്ക് ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് റെസ്പിറേഷന് ബുദ്ധിമുട്ടുള്ള, ബ്രീതിങ്ങിനൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് കൊടുക്കുന്ന വെന്റിലേറ്റർ അറിയാലോ. ഓക്കെ, നോർമൽ ആയിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ബ്രീത്തിങ് ലങ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഷയമാണ് വെന്റിലേറ്റർ എന്ന് പറയുന്നത്. ബ്രീത്തിങ്ങിന് വെന്റിലേറ്റർ നിങ്ങൾ പഠിച്ചില്ലേ? വെന്റിലേറ്റർ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചില്ലായിരുന്നു? വെന്റിലേറ്റർ ഓക്കെ. വെന്റിലേറ്റർ, പിന്നെ അടുത്ത ഓക്സിജൻ സിലിണ്ടർ, നെക്സ്റ്റ് പൾസ് ഓക്സിമീറ്റർ. എന്തിനാ? യൂസ്ഡ് ടു ചെക്ക് ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ ഇൻ ദ ബ്ലഡ്. ബ്ലഡിലെ ഓക്സിജന്റെ എമൗണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഇത്, പൾസ് ഓക്സിമീറ്റർ. അത് അങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ. Which of the following instrument is used to check for the amount of oxygen in the blood? ഏതാണ്? പൾസ് ഓക്സിമീറ്റർ. പിന്നെ റെസിസ്റ്റേഷൻ കിറ്റ് എന്ന് വെച്ചാൽ പുനരാരംഭിക്കാൻ, പുനരുജ്ജീവിക്കാൻ വേണ്ടിയിട്ട്, അതായത് ലങ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഇത് തന്നെയാണ് കേട്ടോ. ചുരുങ്ങിപ്പോയ ലങ്സിനെ വികസിപ്പിച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് റെസിസ്റ്റേഷൻ കിറ്റുകൾ. അതിന് സക്ഷൻ ഉണ്ടാവും, ഓക്സിജൻ ട്യൂബ് ഉണ്ടാവും, മൗത്ത് ഓപ്പണർ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കൂടി അടങ്ങിയിട്ടുള്ള ഒരു കിറ്റാണ്. ഫസ്റ്റ് എയ്ഡ് കിറ്റ് എന്നൊക്കെ കേട്ടിട്ടില്ല, അതുപോലെ ഒരു ഇതാണ് റെസിസ്റ്റേഷൻ കിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ചുരുങ്ങിപ്പോയ ലങ്സിനെയൊക്കെ വികസിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട്, അപ്പൊ അതിന് വേണ്ടി എക്യുപ്മെന്റ്സുകളുള്ള, സക്ക് ചെയ്യാനുള്ള സക്ഷൻ മെഷീൻ ഉണ്ടാവും, ഓക്സിജൻ ട്യൂബ്, മൗത്ത് ഓപ്പണർ, ഓക്സിജൻ റിസർവെയർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു കിറ്റ്, റെസിസ്റ്റേഷൻ കിറ്റ്. പിന്നെ സക്ഷൻ മെഷീൻ, സക്ഷൻ പേഷ്യൻസിന്റെ വായിൽ കഫമൊക്കെ നിൽക്കൂലേ, അപ്പൊ അതൊക്കെ നമുക്ക് ഇങ്ങനെ തുപ്പിക്കളയാൻ പറ്റാത്ത കേസിൽ വലിച്ചെടുക്കൂലേ, സക്ക് ചെയ്തെടുക്കൂലേ, അതിനു വേണ്ടി ഉപയോഗിക്കുന്ന സക്ഷൻ മെഷീന്. പിന്നെ അറിയാം നെബുലൈസർ, നെബുലൈസ് ചെയ്യാൻ വേണ്ടി BP അപ്പാരറ്റസ്. ഇത്രയും സംഭവങ്ങൾ ഏതിലുണ്ടായിരിക്കും? ടൈപ്പ് D ടൈപ്പ് ആംബുലൻസിൽ ഉണ്ടാകും. ഇതൊന്ന് ആ എക്യുപ്മെന്റ്സുകൾ എല്ലാവരും ഒന്നോടെ നോക്കണം കേട്ടോ. ഇതിനകത്ത് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് മെഷീൻസ് ഉണ്ടാകും. ഡിഫിബ്രിലേറ്റർ, ECG മെഷീൻ, വെന്റിലേറ്റർ, ഓക്സിജൻ സിലിണ്ടർ, പൾസ് ഓക്സിമീറ്റർ, റെസിസ്റ്റേഷൻ കിറ്റ്, സക്ഷൻ മെഷീൻ, നെബുലൈസർ, BP അപ്പാരറ്റസ്. ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിരിക്കും. ക്ലിയർ ആയോ നോക്കിയ? ടൈപ്പ് D ഏറ്റവും അഡ്വാൻസ്ഡ് ആണ്. അഡ്വാൻസ്ഡ് ടൈപ്പ് ആംബുലൻസ് ആണ് ടൈപ്പ് D എന്ന് പറയുന്നത്. ഇതിനെ കാർഡിയാക് കെയർ ആംബുലൻസ് എന്നും അറിയപ്പെടുന്നു. ക്ലിയർ ആണോ? ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമ്മൾ ആദ്യം പറഞ്ഞതും ഫങ്ഷണൽ ടൈപ്പ് അനുസരിച്ച് നമ്മൾ ആംബുലൻസിന്റെ ക്ലാസിഫിക്കേഷനും, പിന്നെ രണ്ടാമത്തെ നമ്മൾ ബേസ്ഡ് ഓൺ ദ ലെവൽ ഓഫ് കെയർ അനുസരിച്ച് ആംബുലൻസിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ടൈപ്പ് A, ടൈപ്പ് B, ടൈപ്പ് C, ടൈപ്പ് D. അത് 4 നോക്കണം. ഓക്കെ, അപ്പൊ അതിനകത്ത് ചോദിക്കാം, ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ഏത് ടൈപ്പ് ആംബുലൻസ് വരുന്ന? ടൈപ്പ് A ആണോ, ടൈപ്പ് B ആണോ, ടൈപ്പ് C ആണോ, ടൈപ്പ് D ആണോ എന്ന് വെച്ചാൽ ബേസിക് ലൈഫ് സപ്പോർട്ട് ടൈപ്പ് C. അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് D ആണ്. D ടൈപ്പ് ആംബുലൻസ് ആണ്. ഓക്കെ, ഇനി അടുത്തത് എക്യുപ്മെന്റ്സ് ആണ്. അപ്പൊ നമ്മളിത് എന്താ പറഞ്ഞേ? ആംബുലൻസിൽ പേഷ്യൻസിന്റെ വേണ്ടിയിട്ട് ഉള്ള കുറച്ച് മെഷീൻസ്, എക്യുപ്മെന്റ്സുകളാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. പേഷ്യൻസിന്റെ കെയറിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, നേരിട്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ്. പേഷ്യൻസിന് ട്രാൻസ്പോർട്ട് സമയത്ത് അവർക്കുടെ ജീവൻ നിലനിർത്താനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന, നേരിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകളാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഇനി അടുത്തത് എക്യുപ്മെന്റ് എന്ന് പറഞ്ഞേക്കണം നോക്കിയേ. Beside the equipments strictly used for the treatment of patients, പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾക്ക് പുറമെ ആംബുലൻസിന് വേറെ കുറച്ച് എക്യുപ്മെന്റ്സ് ഉണ്ട്. Ambulance should be fitted with a range of extra equipments which are used in order to case patient's care.
ദിസ് ഇൻക്ലൂഡ്സ്. അപ്പൊ പേഷ്യൻസിന് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾക്ക് പുറമെ, അതൊക്കെയാണ് നമ്മളൊക്കെ പറഞ്ഞത്, ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന മെഷീൻസ് അല്ലേ, ECG, വെന്റിലേറ്റർ, ഓക്സിജൻ സിലിണ്ടർ, പൾസ് ഓക്സിമീറ്റർ, ഇതൊക്കെ നമ്മൾ പറഞ്ഞത് ഏതാ, പേഷ്യൻസിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള മെഷീൻസ്, അല്ലെങ്കിൽ പേഷ്യൻസിന് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള എക്യുപ്മെന്റ്സ് ആണ് ഈ പറഞ്ഞത്. ഇനി ആ എക്യുപ്മെന്റ്സിന് പുറമെ ആംബുലൻസിൽ കുറച്ച് എക്സ്ട്രാ എക്യുപ്മെന്റ്സ് ഉണ്ട്, ആംബുലൻസിൽ യൂസ് ചെയ്യുന്ന കുറച്ച് എക്സ്ട്രാ എക്യുപ്മെന്റ്സ് ഉണ്ട്. അതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ 2-way റേഡിയോ ആണ്. 2-way റേഡിയോ പേഷ്യൻസിന് ട്രീറ്റ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സിന് പുറമെ ആംബുലൻസിന് കുറച്ച് എക്സ്ട്രാ എക്യുപ്മെന്റ്സുകൾ ഉണ്ട്. അതാണ് ഈ നമ്മൾ താഴെ പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ 2-way റേഡിയോ ആണ്. അവിടെ തന്നെ എഴുതി വെച്ചോ, 2-way റേഡിയോ എന്തിനു വേണ്ടിയിട്ടാ, കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ളതാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ആംബുലൻസിലെ ക്രൂസ്, ജോലിക്കാരും ഹോസ്പിറ്റലും ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലുള്ളവർക്ക് ആംബുലൻസിലുള്ളവരോടും ആംബുലൻസിലുള്ളവർക്ക് ഹോസ്പിറ്റലും ഒക്കെ ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ് 2-way റേഡിയോ. അവിടെ തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് എഴുതി വെച്ചോ കേട്ടോ, കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ളതാണ് 2-way റേഡിയോ എന്ന്. ഓക്കെ, ഇത് 2-way റേഡിയോ എന്തിനാ, ഡ്രൈവേഴ്സും ആംബുലൻസിലുള്ള ഡ്രൈവർ അല്ലെങ്കിൽ സ്റ്റാഫുകളും അതുപോലെ തന്നെ ഹോസ്പിറ്റലിലുള്ളവരും തമ്മിൽ ഉള്ള വിവരങ്ങൾ കൈമാറാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഓക്കെ, ഹോസ്പിറ്റലിലുള്ളവരും ആംബുലൻസിലെ ഡ്രൈവറും അല്ലെങ്കിൽ ആംബുലൻസിലുള്ളവരും സ്റ്റാഫുകളും ഹോസ്പിറ്റലിലുള്ളവരും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, വിവരങ്ങൾ, മെസ്സേജ് കൈമാറുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 2-way റേഡിയോ ഉപയോഗിക്കുന്നത്. ഇവിടെ നോക്കിയേ, this one is the most important piece of equipment in the present day emergency medical services, since allows for the issuing of the jobs to the ambulance and can permit the crew to pass the information back to control or to hospital. തിരിച്ച് ഹോസ്പിറ്റലിലേക്കൊക്കെ ക്രൂസിന് തിരിച്ച് മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, എ പ്രയോറിറ്റി മെസ്സേജ് ടു വാൺ ദ ഹോസ്പിറ്റൽ ഫോർ ദ ഇമ്മീഡിയറ്റ് അറൈവൽ ഓഫ് എ ക്രിട്ടിക്കൽ പേഷ്യന്റ്. അപ്പൊ നമ്മൾ അതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ നമ്മൾ ഒരു പേഷ്യൻസിനെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്, വളരെ എമർജൻസി ആയിട്ട് പോകുന്ന പേഷ്യന്റ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ആ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ എന്താണ്, ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്റർ, നേരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കേൾക്കുന്നതാണെങ്കിൽ അവിടെ ഓപ്പറേഷൻ തിയേറ്റർ സജ്ജായിരിക്കണ്ടേ, ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡോക്ടർ, മറ്റുള്ള സംവിധാനങ്ങളൊക്കെ റെഡി ആയിരിക്കണം. അപ്പൊ നമുക്ക് ഓൺ ദ വേയില് നമുക്ക് ആ ഹോസ്പിറ്റലുമായിട്ട് ഈ 2-way റേഡിയോയിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഞങ്ങൾ ഇങ്ങനെ ഒരു പേഷ്യന്റിനെ കൊണ്ട് വരുന്നുണ്ട്, അപ്പൊ അവര് ഷിഫ്റ്റ് ചെയ്ത് പെട്ടെന്ന് ആംബുലൻസ് ചെന്ന് നിൽക്കുമ്പോഴത്തേക്കും അവിടെ ഈ സ്ട്രെച്ചർ അവൈലബിൾ ആവണ്ടേ. അല്ലാതെ ആംബുലൻസ് ഇത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിനെ കൂടി ചെന്ന് ആംബുലൻസിൽ ഇരുന്ന് പിന്നെ ഡ്രൈവർ പോയി ഈ സ്ട്രെച്ചർ വിളിക്കാനുള്ള, അല്ല വീൽചെയർ സ്ട്രെച്ചർ വിളിക്കാനുള്ള സമയമുണ്ടോ? അപ്പൊ അതുകൊണ്ട് തന്നെ ആ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ എത്തുമ്പോഴത്തേക്കും, ആ ആംബുലൻസ് അവിടെ നിർത്തുമ്പോഴത്തേക്കും എന്ത് വേണം, അവിടെ സ്ട്രെച്ചർ ഓൾറെഡി വേണം. പേഷ്യന്റിന് ഒരു സെക്കൻഡ് പോലും നമുക്ക് കളയാതെ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന ഹോസ്പിറ്റലിൽ നിന്ന് എമർജൻസി ആയിട്ട് പേഷ്യന്റ് വരുന്നുണ്ട് എന്ന് നമുക്ക് ആ ഹോസ്പിറ്റലിലേക്ക് ഒരു ഇൻഫർമേഷൻ കൊടുക്കാം, മെസ്സേജ് കൊടുക്കാം. അപ്പൊ അവർ അതിനുള്ള റെഡി ആയിരിക്കും. സ്ട്രക്ചർ വേറെ കൊണ്ടുവന്ന് തീറ്ററും അവർ റെഡി ആക്കി വെക്കും. നേരെ തീറ്ററിലേക്ക് കയറ്റേണ്ടതാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഒരു സെക്കൻഡ് പോലും നമുക്ക് അവിടെ ടൈം കളയാത്ത രീതിയിൽ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് പറഞ്ഞിട്ടുള്ളത്. ചെല്ലേണ്ട ഹോസ്പിറ്റലിലേക്ക് പേഷ്യൻസിന്റെ ഒരു മെഡിക്കൽ കണ്ടീഷൻ അറിയിക്കാനൊക്കെ വേണ്ടിയിട്ട്, അപ്പൊ അങ്ങനെയൊക്കെ ഒരു മെസ്സേജ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. നമ്മുടെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്ന എമർജൻസി ആയിട്ടുള്ള പേഷ്യൻസിന്റെ ഭാഗത്ത് നമുക്ക് ഹോസ്പിറ്റലിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഈ 2-way റേഡിയോ ഉപയോഗിക്കുന്നു. ക്ലിയർ ആയത് എന്താണ് 2-way റേഡിയോ?
ഇത് എമർജൻസി മെഡിക്കൽ സർവീസിൽ ഉപയോഗിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ് കേട്ടോ. ദിസ് വൺ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പീസ് ഓഫ് എക്യുപ്മെന്റ് ഇൻ പ്രസന്റ് ഡേ എമർജൻസി മെഡിക്കൽ സർവീസസ്. എമർജൻസി മെഡിക്കൽ സർവീസിൽ ഉപയോഗിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഇതാണ് എന്ന് പറഞ്ഞ 2-way റേഡിയോ എന്ന് പറയുന്നത്. ഇത് വേറെ ഒന്നുമില്ല, എന്താണ്, ആംബുലൻസിലെ സ്റ്റാഫുകളും ഹോസ്പിറ്റലും തമ്മിൽ മെസ്സേജുകൾ കൈമാറാൻ വേണ്ടിയാണ് 2-way റേഡിയോ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് എന്ന് പറഞ്ഞാൽ മൊബൈൽ ഡാറ്റ ടെർമിനൽ ആണ്. ഇവിടെ എക്സാമ്പിളും തന്നിട്ടുണ്ട് കേട്ടോ, അതൊന്ന് നോക്കണം കേട്ടോ. ഫോർ എക്സാമ്പിൾ, എ പ്രിയോറിറ്റി മെസ്സേജ് ടു വാർൺ ദ ഹോസ്പിറ്റൽ ടു ഇൻവെന്റ് അറൈവൽ ഓഫ് ക്രിട്ടിക്കൽ പേഷ്യന്റ്. ക്രിട്ടിക്കൽ പേഷ്യൻസിന്റെ പെട്ടെന്നുള്ള വരവ് ആ ഹോസ്പിറ്റലിനെ അറിയിക്കാൻ, അങ്ങനെ നമ്മൾ മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2-way റേഡിയോ ഉപയോഗിക്കുന്നത്. ഇനി സെക്കൻഡ് എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ മൊബൈൽ ഡാറ്റ ടെർമിനൽ ആണ്. മൊബൈൽ ഡാറ്റ ടെർമിനൽ ഇത് കമ്മ്യൂണിക്കേഷന് വേണ്ടി തന്നെയുള്ളതാണ്. പക്ഷെ എന്താ ഒരു പ്രത്യേകത വെച്ചാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ഫംഗ്ഷൻ ആയിരിക്കും. ഒരു സെൻട്രൽ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. മറ്റൊന്നും നേരിട്ട് ആ സ്റ്റാഫും ആംബുലൻസ് ഹോസ്പിറ്റലിലുള്ളവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. ഇതെങ്ങനെയാന്ന് വെച്ചാൽ ഇവിടെ മെസ്സേജ് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് ഒരു സെൻട്രൽ കമ്പ്യൂട്ടർ, ഹോസ്പിറ്റലിലെ ആണെങ്കിലും ഒരു സെൻട്രൽ കമ്പ്യൂട്ടറുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. സം ആംബുലൻസ് ആർ equipped with the mobile data terminal, MDTS. The mobile data terminal, mobile data terminal, MDTS. അപ്പോ ചില ആംബുലൻസുകൾ MDTS മൊബൈൽ ഡാറ്റ ടെർമിനൽസ് ഉണ്ടായിരിക്കും. വിച്ച് ആർ ലിങ്ക്ഡ് വിത്തൗട്ട് വയറില്ല, വിത്തൗട്ട് വയർ ടു സെൻട്രൽ കമ്പ്യൂട്ടർ. വയറില്ലാതെ ഒരു സെൻട്രൽ കമ്പ്യൂട്ടറുമായിട്ട് ഇത് ഈ എക്യുപ്മെന്റ് കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, യൂഷ്വലി അറ്റ് ദ കൺട്രോൾ സെന്റർ ഒരു സെൻട്രൽ കമ്പ്യൂട്ടർ ഉണ്ടായിരിക്കും. അവിടെ നിന്നാണ് മെസ്സേജുകളൊക്കെ പോകുന്നത്. These terminals can function in the place of alongside the 2-way radio and can be used to pass the details of the workers to crew and can log the time the crew was mobile to patient arrived എത്തിച്ചേർന്ന സമയം and left the scene and വിട്ട സമയം or fulfill any other computer based functions. അപ്പൊ നമ്മൾ പറഞ്ഞു ചില ആംബുലൻസുകൾ മൊബൈൽ ഡാറ്റ ടെർമിനൽ ഘടിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് വയർലെസ് ആണ്, വയറില്ല, വിത്തൗട്ട് വയർ ഇല്ലാതെ തന്നെ ഒരു സെൻട്രൽ കമ്പ്യൂട്ടറുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും എന്ന് പറഞ്ഞു. ഇപ്പൊ കൺട്രോൾ സെന്ററുകളിലെ ടെർമിനലുകൾ പോലെ ഈ 2-way റേഡിയോയ്ക്ക് പകരം ഉപയോഗിക്കുന്നതാണ് കേട്ടോ. 2-way റേഡിയോയ്ക്ക് പകരം പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ചാൽ നേരെ ഇതിന്റെ 2-way റേഡിയോ ആയിട്ട് ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റ് റെക്കോർഡഡ് ആയിരിക്കും. ഇവിടെ നടക്കുന്നത് ഇപ്പൊ ആംബുലൻസിന്റെ ഉള്ളില് ഇപ്പൊ സ്റ്റാഫുകൾ പേഷ്യൻസിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റില് അത് നേരെ ക്യാമറ അത് റെക്കോർഡഡ് ആയിരിക്കും. അത് നേരെ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിനൊക്കെ ആണെങ്കിൽ കാണാൻ പറ്റും അവിടെ ഇരുന്നത്. അപ്പൊ അവർ എന്തൊക്കെ ഫെസിലിറ്റി ആണ് അവർക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്ത് ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കുന്നത് എന്നൊക്കെ നേരിട്ട് കണ്ടിട്ട് എന്ത് ചെയ്യാം, അതനുസരിച്ച് ഇവർക്ക് ഡിസിഷൻ ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നേരിട്ട് കണ്ടിട്ട് തന്നെ എന്ത് ചെയ്യാം, അതിന് ഉള്ള ഒരു മെസ്സേജ് ഇവർക്ക് കൊടുക്കാൻ പറ്റും. മറ്റത് വിളിച്ചു പറഞ്ഞിട്ടുള്ളതല്ലേ, നമ്മൾ വിളിച്ചു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതെന്താ അതുമായിട്ട് വ്യത്യാസം എന്ന് പറയുന്നത്, ഇത് നേരിട്ട് കണ്ടിട്ട് അത് എന്താ ചെയ്യണ്ടേ എന്നുള്ളത് ആ ഒരു മെസ്സേജ് കൊടുക്കാൻ പറ്റും. വിളിച്ചു പറയുന്നതിനേക്കാൾ കൂടുതൽ മെസ്സേജ് എന്ത് ചെയ്യാൻ പറ്റും, കൈമാറാൻ പറ്റും. ഇവിടെ ഇതൊക്കെ കംപ്ലീറ്റ് റെക്കോർഡഡ് ആയിരിക്കും. വിളിച്ച് നമ്മൾ മെസ്സേജ് പറയുന്നതിനേക്കാൾ കൂടുതൽ മെസ്സേജ് കൈമാറാൻ പറ്റും. പിന്നെ എല്ലാം എന്താണ് ഒരു റെക്കോർഡിങ് എല്ലാം റെക്കോർഡഡ് ആയിരിക്കും. മെഡിക്കൽ ടീമിന് ഇവരെന്താ ചെയ്യുന്നതെന്നുള്ളത് കറക്റ്റ് സ്ക്രീനിൽ അതെന്താ ചെയ്യുന്നതെന്നുള്ളത് കാണാൻ പറ്റും. അവർക്ക് അതനുസരിച്ച് ആംബുലൻസിലെ ക്രൂസിന് എന്തെങ്കിലും ഇൻഫർമേഷൻ ഒക്കെ കൊടുക്കണമെങ്കിൽ അത് കണ്ടുകൊണ്ട് തന്നെ അതിനനുസരിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റും. വീഡിയോ നോക്കിയിട്ട് തന്നെ അവർക്ക് വേണ്ട സപ്പോർട്ടൊക്കെ കൊടുക്കാൻ വരും. പിന്നെ ആംബുലൻസ് വരുന്ന വഴി ഒക്കെ അതും ഒക്കെ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും ഇത്. ഓക്കെ,
ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ഫംഗ്ഷൻ ആണ് മൊബൈൽ ഡേറ്റ ടെർമിനൽ. ആ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മറ്റത് വിളിച്ചു പറയണേ ഉള്ളൂ. ഇതെങ്ങനെയാ? നേരിട്ട് കണ്ടിട്ട് ഇപ്പൊ ആംബുലൻസിലെ ക്രൂസിന് അതനുസരിച്ചുള്ള ഇൻഫർമേഷൻ ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് മൂന്നാമതേന്ന് പറഞ്ഞാൽ CCTV ആണ്. എവിഡൻസ് ഗ്യാതറിംഗ് CCTV. ഇപ്പൊ CCTV ഒക്കെ എല്ലായിടത്തും വെക്കുന്നില്ലേ അല്ലെ? എല്ലാ സ്ഥലങ്ങളിലും മെയിൻ സെന്റേഴ്സില് ഇപ്പൊ നമ്മള് കടകളിലൊക്കെ CCTV വെക്കുന്നുണ്ട്. എന്തിനാ CCTV വെക്കുന്നേ? എന്തിനു വേണ്ടിയിട്ടാ? നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാല് നമുക്ക് ആ CCTV നോക്കിയാൽ മതി അല്ലെ? ഇപ്പൊ രാത്രിയാണെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും കടയിൽ എന്തെങ്കിലും ആരെങ്കിലും കയറി മോഷ്ടിച്ചു, അപ്പൊ നമുക്കത് CCTV എടുത്ത് നോക്കിയാൽ മതി. ഏത് സമയത്താണ് എന്താണ് സംഭവിച്ച ആരാന്നൊക്കെ ഉള്ള CCTV വെച്ചൊക്കെ ഒരുപാട് കേസുകളൊക്കെ പിടിക്കുന്നില്ലേ ഇപ്പൊ? അതേപോലെ തന്നെ കമ്പ്യൂട്ടറില് ഇൻവെസ്റ്റിഗേഷൻ അപ്പൊ എന്ന് വെച്ചാൽ അപ്പൊ അതിനൊക്കെ CCTV വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇവിടെ നോക്കിയ ഈ ആംബുലൻസിലും CCTV ഉണ്ട്. അപ്പൊ അതെന്തിനു വേണ്ടിയായിരിക്കും ആംബുലൻസിന്റെ CCTV ഇങ്ങനെ? Okay, some ambulances are now being equipped with a video camera which are used to record activity either inside or outside the vehicle. വെഹിക്കിളിന്റെ ഉള്ളിലോ പുറത്തോ നടക്കുന്ന കാര്യങ്ങള് കംപ്ലീറ്റ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ CCTV ക്യാമറകൾ വെക്കുന്നത്. അപ്പൊ എന്താണ് അതിന്റെ നമ്മുടെ പ്രത്യേകിച്ച് ഈ കേസുകളൊക്കെ സംബന്ധിച്ചൊക്കെ പോകൂലേ, അങ്ങനെയുള്ളതൊക്കെയാണ് കൂടുതൽ ഈ CCTV സംഭവങ്ങളൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നത്. എന്തെങ്കിലും ആംബുലൻസിലൊക്കെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലും ഒക്കെ ആണെങ്കിൽ നമുക്ക് ആ CCTV വെച്ച് തന്നെ നമുക്ക് അത് കണ്ടുപിടിക്കാം. They may also challenge with the sound recording. അതുകൂടാതെ അതിന്റെ സൗണ്ട് റെക്കോർഡിംഗ് കാണാൻ മാത്രമല്ല അവിടെ പറയുന്ന കാര്യങ്ങളും കൂടി റെക്കോർഡ് ചെയ്യാനുള്ള ഫെസിലിറ്റിയും കൂടി അവിടെയുണ്ട്. This can be used as a protective measures from violence against ambulance crews. Ambulance crews-ന് എതിരായിട്ടുള്ള എന്തെങ്കിലും വയലൻസ്, അക്രമങ്ങള് ഇപ്പൊ അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഒരു നമ്മളെന്താ ഒരു കേസിലിരിക്കുന്ന ഒരു ഡെഡ് ബോഡി നമ്മളൊരു കൊലപാതകം ഒക്കെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഡെഡ് ബോഡീസ് ഒക്കെ ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ കൊണ്ടുപോകുമ്പോൾ ആംബുലൻസിന് എതിരായിട്ട് അവർക്കെതിരായിട്ട് എല്ലാ അക്രമങ്ങളൊക്കെ തടുക്കാം. ഒരുപാട് സിനിമകൾ അങ്ങനെ കണ്ടിട്ടില്ലേ? ആംബുലൻസിന് ഡെഡ് ബോഡി കൊണ്ടുപോകുമ്പോ കളക്കാര് വന്നിട്ടൊക്കെ അവിടെ നേരെ ഫ്രണ്ടിൽ വന്ന് ആംബുലൻസിനൊക്കെ അറ്റാക്ക് ചെയ്തിട്ട് അവരെയൊക്കെ ഇങ്ങനൊക്കെ കൊലപാതകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണെങ്കിൽ അവര് രക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആക്രമണം ചെയ്യുന്നതൊക്കെ ആയിട്ട് അത് തന്നെ സംഭവം അത് അവിടെ പറഞ്ഞേക്കുന്നത്. അപ്പൊ അങ്ങനെ ആംബുലൻസ് ജീവനക്കാർക്ക് എതിരായിട്ടുള്ള വയലൻസ്, ആക്രമണത്തിനെതിരായിട്ട് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഈ CCTV യൂസ് ചെയ്യും. Or in some cases to manifest or refuse cases where the member of the crew stands accused of the wrongdoing. ഇനി ചിലപ്പോ ഈ ആംബുലൻസിലെ ജീവനക്കാർക്കെതിരെ വേണമെങ്കിൽ എന്തെങ്കിലും ആരോപണങ്ങളോ പറയും. ആംബുലൻസിലെ ജീവനക്കാർ ഇപ്പൊ നമ്മളൊരു ക്രിട്ടിക്കലായിട്ട് എമർജൻസി ആയിട്ട് ഒരാൾ കൊണ്ടുപോകുക, അപ്പൊ എന്തെങ്കിലും ഓൺ ദ വേയില് അവർക്ക് എന്തെങ്കിലും സംഭവിച്ച് മരണപ്പെട്ടാണെങ്കിൽ വേണമെങ്കിൽ എന്താ ആംബുലൻസ് ജീവനക്കാർ നിങ്ങൾ ശ്രദ്ധിക്കാത്തതാണ്, അല്ലെങ്കിൽ നിങ്ങൾ അതിന്റെ ഇത് കൊടുക്കാഞ്ഞിട്ടാണ്, കെയർ കൊടുക്കാഞ്ഞിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബന്ധപ്പെട്ട് ആംബുലൻസിന് ജീവനക്കാർക്കെതിരായിട്ട് തന്നെ എന്തെങ്കിലും തെറ്റായ ആരോപണം ഉണ്ടാവാം. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം? അവർക്കുടെ നിരപരാധിത്വവും ഇതിൽ കൂടെ തെളിയിക്കാം അല്ലെ? CCTV നിങ്ങൾ CCTV ചെക്ക് ചെയ്തോ, എന്താണ് ഇവിടെ സംഭവിച്ചത്, അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് കണ്ടോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ അവർക്കുടെ ആ ഒരു എന്താ പറയാ നിരപരാധിത്വം തെളിയിക്കാനും ഈ CCTV യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് രണ്ടാണ് പറയാം. ആംബുലൻസിന്റെ ജീവനക്കാർക്ക് എതിരായിട്ട് എന്തെങ്കിലും കുറ്റമൊക്കെ ഉണ്ടെങ്കിൽ, കുറ്റം ആരോപിക്കപ്പെടുകയാണെങ്കിൽ അവർക്ക് അതിൽ നിന്നും അവർക്കുടെ നിരപരാധിത്വം തെളിയിക്കാനും ഈ എവിഡൻസ് ഗ്യാതറിംഗ് CCTV യൂസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? ഇതൊക്കെ നിങ്ങൾ ഇങ്ങനെ വായിച്ചൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? അത് നമ്മൾ പറഞ്ഞു ഇത് മാത്രം വീഡിയോ മാത്രമല്ല, അത് റെക്കോർഡഡ് ആയിരിക്കും, ഓഡിയോ കൂടി റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഓക്കെ, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ അടുത്ത ഫോർത്ത് എന്ന് പറഞ്ഞാൽ ടെയിൽ ലിഫ്റ്റ് ഓർ റാമ്പ് ആണ്. ടെയിൽ ലിഫ്റ്റ് ഓർ റാമ്പ്. ടെയിൽ ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എടുത്ത് പൊക്കാം അല്ലേ? അതൊരു റാമ്പ്. റാമ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെരിഞ്ഞ സ്ഥലമല്ലേ, ഇങ്ങനെ പൊക്കാതെ നമ്മൾ കയറ്റാനൊക്കെ വേണ്ടിയിട്ട് നോക്കി ചെരിഞ്ഞ സ്ഥലം, അതാണ് ടെയിൽ ലിഫ്റ്റ് ഓർ റാമ്പ് എന്ന് പറഞ്ഞാൽ ചെരിഞ്ഞ സ്ഥലം.
അപ്പൊ എങ്ങനെയാ ആംബുലൻസ് ക്യാൻ ബി equipped with a tail lift or ramp in order to facilitate loading a patient without having to take up any lifting. നമുക്ക് ലിഫ്റ്റിംഗ് ചെയ്യാതെ ഒരു രോഗീനെ പേഷ്യന്റ് പൊക്കി ആംബുലൻസിലേക്ക് കയറ്റുന്നത്. ഓവർ വെയിറ്റ് ഉള്ള പേഷ്യൻസിനെ ആണെങ്കിലും ബുദ്ധിമുട്ടുണ്ട്. അല്ലാതെ നമ്മൾ നല്ല കെയർ കൊടുത്ത് നമ്മൾ അനങ്ങാതെ പേഷ്യൻസിനെ നമ്മൾ ആംബുലൻസിലേക്ക് കയറ്റുവാണെങ്കിൽ നമുക്ക് കയ്യേറെ കാലൊന്ന് പിടിച്ച് പൊക്കി വലിച്ചു കയറ്റാനൊന്നും പറ്റൂല്ലോ. അപ്പൊ അങ്ങനെയുള്ള കേസുകളിലൊക്കെ ഏതാണ് ടെയിൽ ലിഫ്റ്റ് അല്ലെങ്കിൽ റാമ്പ് ഉപയോഗിക്കാം. അവരെ പൊക്കി കയറ്റാതെ തന്നെ നമുക്ക് റാമ്പ് ഉപയോഗിച്ചിട്ട് വളരെ സേഫ് ആയിട്ട് തന്നെ ആംബുലൻസിലേക്ക് കയറ്റാൻ പറ്റും. ദിസ് ഈസ് particularly important where the patient is obese or specifically care transport. കണ്ട അത് തന്നെ അവിടെ പറഞ്ഞത് അമിത വണ്ണം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രത്യേക കെയർ ട്രാൻസ്പോർട്ട് സമയത്ത് പ്രത്യേക കെയർ കൊടുക്കുന്ന പേഷ്യൻസിനെയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവരെ പെട്ടെന്ന് അത് ഈ ആംബുലൻസിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടെയിൽ ലിഫ്റ്റ് അല്ലെങ്കിൽ റാമ്പുകൾ ഉപയോഗിക്കുന്നത്. There are also be equipped connected with to this such as winches which are formed to pull weightly patient into the vehicle. Winches എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ അത് ഒരു പടി പോലത്തെ ഒരു സംഭവം വിഞ്ചസ് അത് അതിലേക്ക് കണക്ട് ചെയ്യും. കണക്ട് ചെയ്തിട്ട് നേരെ ഒന്ന് തള്ളി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ അവർക്ക് പേഷ്യൻസിന് ആംബുലൻസിലേക്ക് കയറ്റാം. വേറെ നമ്മൾ എടുത്ത് പൊക്കോ വലിക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമല്ല. ഈ വിഞ്ചസ് പോലുള്ള ഉപകരണങ്ങൾ ഇതുമായിട്ട് ബന്ധിപ്പിക്കാന്ന് പറഞ്ഞേക്കുന്നത്. ഇതിന് വലിച്ചു കയറ്റാനായി രൂപീകരിച്ചിട്ട് വലിച്ചു കയറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു ഉപകരണമാണ് വിഞ്ചസ് എന്ന് പറഞ്ഞത്. അപ്പൊ വിഞ്ചസ് പോലുള്ള ഉപകരണങ്ങൾ ഇതുമായിട്ട് കണക്ട് ചെയ്യുക, റാമ്പായിട്ട് കണക്ട് ചെയ്തിട്ട് പേഷ്യൻസിനെ നേരെ ആംബുലൻസിലേക്ക് കയറ്റാം. ഓക്കെ, ഏത് ട്രാൻസ്പോർട്ടുകളിലാണ് വേണ്ടത് ഈ ട്രെയിൻ ലിഫ്റ്റ് അല്ലെങ്കിൽ റാമ്പ് വേണ്ടത്? ദിസ് ഈസ് particularly important where the patient is obese or specifically care transport that need a large huge equipment such as. പിന്നെ അവിടെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് കേട്ടോ, നിയോണേറ്റൽ ഇൻക്യുബേറ്റർ ഓഫ് ഹോസ്പിറ്റൽ ബെഡ്. നിയോണേറ്റൽ ഇൻക്യുബേറ്റർ എന്ന് പറഞ്ഞാൽ കുട്ടികളെ ജനിച്ച ബേബീസിനെ ഒക്കെ കൊണ്ടുപോകല്ലേ, അവർക്കും അതുപോലെ നല്ല കെയറും കാര്യങ്ങളൊക്കെ കൊടുക്കണ്ടേ. ബർത്ത് ചെയ്തിട്ട് ഇതുപോലെ തന്നെ നമ്മളിപ്പോ മാസം തികയാത്ത കുട്ടികളുടെ ഒക്കെ ഇൻക്യുബേറ്ററിലേക്ക് അടുത്തൂല്ലേ, കുഞ്ഞു കുട്ടികളുടെ ഇൻക്യുബേറ്റർ ആണ്. അപ്പൊ അങ്ങനെയുള്ള എക്യുപ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ ഹ്യൂജ് എക്യുപ്മെന്റ്സ് ഒക്കെ ആംബുലൻസിലേക്ക് വെക്കാനും ഒക്കെ ഈ ടെയിൽ ലിഫ്റ്റ് അല്ലെങ്കിൽ റാമ്പിൽ കൂടിയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയുള്ള സ്പെഷ്യൽ കെയർ കൊടുക്കേണ്ട കേസുകളിലൊക്കെ ഈ ടെയിൽ ലിഫ്റ്റ് അല്ലെങ്കിൽ റാമ്പുകൾ വേണം. പിന്നെ വരുന്നതാണ് ട്രോമ ലൈറ്റിംഗ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല, ട്രോമ ലൈറ്റിംഗ്. അപ്പൊ നമ്മൾ ആംബുലൻസിൽ സാധാരണ ലൈറ്റ് ഉണ്ടാവും അല്ലെ, ബിസൈഡ് നോർമൽ വർക്കിംഗ് ലൈറ്റിംഗ്. നോർമൽ വർക്കിംഗ് ലൈറ്റിന്റെ ഒപ്പം തന്നെ ആംബുലൻസ് ക്യാൻ ബി ഫിറ്റഡ് വിത്ത് സ്പെഷ്യൽ ലൈറ്റിംഗ്. ആംബുലൻസിൽ ചില സ്പെഷ്യൽ ലൈറ്റ് ഫിറ്റ് ചെയ്യും. ഓഫൺ ബ്ലൂ ഓർ റെഡ്. ഏതാ കളർ എന്ന് നോക്കിയേ, ട്രോമ ലൈറ്റിന്റെ കളർ ഒന്ന് നോട്ട് ചെയ്തോ, ബ്ലൂ ഓർ റെഡ്. ബ്ലൂവോ റെഡോ നിറത്തിലുള്ള ട്രോമ ലൈറ്റ് ഉണ്ടാവും. വിച്ച് ഈസ് യൂസ്ഡ് വെൻ ദ പേഷ്യന്റ് ബിക്കം ഫോട്ടോ സെൻസിറ്റീവ്. ചില പേഷ്യൻസിന് നോർമൽ ലൈറ്റ് പറ്റില്ല, അപ്പൊ അവർക്കാണ് ഈ ട്രോമ ലൈറ്റിംഗ് കൊടുക്കുന്നത്. നോർമൽ ലൈറ്റിനോട് സെൻസിറ്റീവ് ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടല്ലോ, അപ്പൊ അവർക്ക് സാധാരണ ഇപ്പൊ ആംബുലൻസിലുള്ള സാധാരണ ലൈറ്റ് പറ്റില്ല. അപ്പൊ അവർക്കാണ് ഇങ്ങനെ സ്പെഷ്യൽ ലൈറ്റിംഗ് ട്രോമ ലൈറ്റിംഗ് കൊടുക്കുന്നത്. സാധാരണ ബ്ലൂ റെഡ് കളർ ആവാം. നിങ്ങൾക്ക് അറിയാം ട്രോമ ലൈറ്റിംഗ് ഒക്കെ നിങ്ങൾ നോക്കിയാൽ ആംബുലൻസിൽ ഫുള്ള് നീല നിറം, ഫുൾ അകത്ത് സാധാരണ ലൈറ്റിന് പകരം എന്തായിരിക്കും നീല കളർ അല്ലെങ്കിൽ റെഡ് കളർ ആയിരിക്കും. നോർമല് കൂടുതലായിട്ട് ബ്ലൂ കളറാണ് കണ്ടേക്കുന്നത്. കണ്ടിട്ടുണ്ടോ രാത്രി ആംബുലൻസിലൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോ ആംബുലൻസ് ഒക്കെ പോകണമെങ്കിൽ ഇങ്ങനെ ട്രോമ ലൈറ്റ് ഇട്ട് പോകണം കണ്ടിട്ടുണ്ടോ? ട്രോമ ലൈറ്റ് ആംബുലൻസിന്റെ ഉള്ളിലാട്ടോ, പുറത്ത് വെക്കുന്ന ആ ലൈറ്റ് അല്ല, നമ്മൾ എമർജൻസി കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ലൈറ്റ് അല്ല ട്രോമ ലൈറ്റിംഗ് എന്ന് പറയുന്നത്. ആംബുലൻസിന്റെ ഉള്ളിൽ ഫുൾ നീല നിറമായിരിക്കും ബ്ലൂ ലൈറ്റ് ഇടുമ്പോൾ. അതെന്ന് പറഞ്ഞാൽ ചില പേഷ്യൻസിന് ഫോട്ടോ സെൻസിറ്റീവ് ആയിട്ടുള്ള പേഷ്യൻസിനാണ് സാധാരണ നോർമൽ ലൈറ്റ് ഇട്ട് പോകാൻ പറ്റാത്ത കേസുകളിൽ നമ്മൾ ഇത് ഇടൂലേ, സീറോ ബൾബൊക്കെ ഇടൂലേ വീട്ടില്,
കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമ്മള് വലിയ ലൈറ്റ് നമുക്ക് പറ്റൂല, നേരെ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ വലിയ ലൈറ്റ് പറ്റൂല. അപ്പൊ ഒരു ചെറിയ ഡിം ലൈറ്റ് ആയിട്ട് സീറോ ബൾബ് പല കളറില്ലേ, ഇതുപോലെ ബ്ലൂ നിറത്തില് റെഡ് കളറിലൊക്കെ ഫുള്ള് നമ്മുടെ ലൈറ്റ് ഫുള്ള് സീറോ ബൾബ് ഇടാറില്ലേ, അത് തന്നെയാണ് ട്രോംബോ ലൈറ്റിംഗ് എന്ന് പറഞ്ഞത്. അപ്പൊ ആംബുലൻസിന്റെ ഉള്ളിൽ ഫുള്ള് ആ കളറായിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ അല്ലേ? Beside normal working lighting, ambulance can be fitted with a special lighting which is used when the patient becomes photosensitive. Patients photosensitive ആണെങ്കിൽ നോർമൽ ലൈറ്റ് അവർക്ക് പറ്റില്ല. അപ്പൊ അവര് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ആംബുലൻസിൽ ഉപയോഗിക്കുന്നതാണ് സ്പെഷ്യൽ ട്രോമ ലൈറ്റ്. അത് സാധാരണ ബ്ലൂവോ റെഡ് കളറൊക്കെ ആയിരിക്കും. ക്ലിയർ? ഇനി അടുത്ത് നോക്കിയേ, എയർ കണ്ടീഷനിങ്. എയർ കണ്ടീഷനിങ് എന്താ? നല്ല പുറമെയുള്ള എയറുമായിട്ടൊന്നും കോണ്ടാക്ട് ചെയ്യാത്ത രീതിയിൽ എയർ കണ്ടീഷനിങ് ഇല്ലേ, എ സി ഇല്ലാത്തൊരു മിക്ക വീടുകളിലും എ സി വെക്കല്ലേ ഭയങ്കര ചൂടൊക്കെ ആയിട്ട്. നമുക്കൊരു ടെമ്പറേച്ചർ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് എയർ കണ്ടീഷൻ എ സി യൂസ് ചെയ്യുന്നത് അല്ലെ. നമുക്ക് ആവശ്യത്തിനുള്ള ഒരു മിനിമം ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ നമ്മള് പുറമേ ഉള്ള വായു ഇതൊക്കെ ആണെങ്കിലും ഒന്നും ആയിട്ട് കോണ്ടാക്ട് വരാത്ത ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, എയർ കണ്ടീഷനിങ്. Ambulances are actually equipped with a separate air conditioning system to the working area from that which serves the cab or vehicle. Cab or vehicle. This helps to keep a suitable temperature for any patients being treated. Suitable temperature അവരുടെ ട്രാൻസ്പോർട്ട് സമയത്ത് പേഷ്യൻസിന് ഒരു പ്രത്യേക അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എ സി യൂസ് ചെയ്യുന്നത്, എയർ കണ്ടീഷണർ യൂസ് ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ആൻഡ് ബട്ട് we also have to extra features such as filtering against airborne pathogens. ഏരിയകൾ വരുന്ന പാത്തോജൻസ് ഉണ്ടല്ലോ, മൈക്രോ ഓർഗാൻസ്, അതിനെയൊക്കെ ഫിൽറ്റർ ചെയ്തു അതിനെ അയക്കാനായിട്ട്, അതിനെതിരായിട്ട്. അപ്പൊ വേറെ പുറത്തുനിന്നുള്ള വായു ഇതൊന്നും ഇതിലേക്ക് വരില്ല. അപ്പൊ അങ്ങനെ ആ പാത്തോജൻസിൽ നിന്നും നമ്മൾ സേഫ് ആക്കാനും പ്രൊട്ടക്ട് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ ഒരു സൂട്ടബിൾ ടെമ്പറേച്ചർ ആംബുലൻസിൽ നിലനിർത്താനും വേണ്ടിയാണ് എയർ കണ്ടീഷനിങ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എല്ലാ ആംബുലൻസിലും ഒന്നും ഇല്ല കേട്ടോ, എല്ലാ എ സി ആംബുലൻസും ആണെന്നില്ല. ചില ആംബുലൻസിലൊക്കെയാണ് എ സി എയർ കണ്ടീഷനിങ് ഉണ്ടായിരിക്കുന്നത് കേട്ടോ. ചില ആംബുലൻസുകൾ മാത്രമാണ് എയർ കണ്ടീഷനിങ് സിസ്റ്റം ഉണ്ടാക്കുന്നത്. അപ്പൊ പേഷ്യൻസിന് നമ്മൾ ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന പേഷ്യൻസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എ സി യൂസ് ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞ പേഷ്യൻസിനെ പാത്തോജൻസിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനും എ സി ഉപയോഗിക്കും. ഓക്കെ, ഒരു എക്സ്ട്രാ ഫിൽറ്ററിംഗ് ഫീച്ചറും ഇതിനുണ്ട്. ക്ലിയർ ആയില്ലേ? ഓക്കെ അല്ലേ? ഇനി അടുത്തത് 7th പറഞ്ഞ ഡേറ്റ റെക്കോർഡ്സ് ആണ്. ഡേറ്റ റെക്കോർഡ്സ്. ഓക്കെ, ഡേറ്റ റെക്കോർഡ്സ്. These are often set in ambulance to record such as details as speed, braking power, at time, activation of active emergency warning such as light, sirens, and seat belt usage. These are often used integrated with the GPS unit. GPS unit ആയിട്ട് അത് ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കും. ഇവിടെ ഒന്നൊന്ന് ശ്രദ്ധിച്ച്, ഈ ആംബുലൻസിലുണ്ടല്ലോ ചില ഡേറ്റ റെക്കോർഡ്സ് ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മള് ഇന്ന ടൈമില് ആംബുലൻസ് സ്റ്റാർട്ട് ചെയ്തു, അതൊക്കെ ആംബുലൻസ് ക്രൂസില്ലേ ഡ്രൈവറിന്റെ കയ്യില് ഉണ്ടായിരിക്കും. ഇതിന്റെ ഒരു റെക്കോർഡ്, ഇന്ന സമയത്ത് ആംബുലൻസ് സ്റ്റാർട്ട് ചെയ്തു, ഇത്ര പേഷ്യൻസിനെ ഇന്ന് കൊണ്ടുപോയി, ഡേറ്റ് ഇട്ടിട്ട് ഇന്ന ദിവസം ഇത്ര പേഷ്യൻസിനെ കൊണ്ടുപോയി, ഇത്ര ഡെഡ് ബോഡീസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആംബുലൻസിൽ ഇങ്ങനെയായിട്ട് ബന്ധപ്പെട്ട ഒരു റെക്കോർഡ് ആംബുലൻസിലെ ക്രൂസ് സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ഓക്കെ, അപ്പൊ അതിനോടൊപ്പം തന്നെ നമ്മൾ ആംബുലൻസിൽ ചില ഡീറ്റെയിൽസ് അടങ്ങിയ റെക്കോർഡ്. സ്പീഡ്, ആംബുലൻസിന്റെ സ്പീഡ് എത്ര, ബ്രേക്കിംഗ് പവർ വളരെ ഇമ്പോർട്ടന്റ് അല്ല, ഇത്ര സ്പീഡിൽ പോകേണ്ടത്, നമ്മളൊന്നും
ഇതായാലും അപ്പൊ അവിടെ നിൽക്കണം. ബ്രേക്കിംഗ് പവർ ഒക്കെ എപ്പോഴും ചെക്ക് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ആക്ടിവേഷൻ ഓഫ് ആക്റ്റീവ് എമർജൻസി വാർണിംഗ്, ലൈറ്റുകള്, ഈ ലൈറ്റ് ഒക്കെ കംപ്ലൈന്റ് ആയിട്ട് പിന്നെ ആംബുലൻസ് റോട്ടിൽ കൂടെ ഓടിക്കാൻ പറ്റില്ല അല്ലെ. അതൊക്കെ എപ്പോഴും നമ്മൾ സൈറൺ അപ്പൊ സൈറൺ ഇട്ട് പോകേണ്ടതെന്ന് വെച്ചാൽ വളരെ എമർജൻസിയിലല്ലേ നമ്മൾ സൈറണോട്ട് ഈ ലൈറ്റ് ഇട്ട് പോകുന്നു. അപ്പൊ സൈറൺ വർക്ക് ചെയ്യില്ല, അപ്പൊ ആളുകൾക്ക് അറിയാൻ പറ്റില്ല അല്ലെ. സൈറൺ എന്തിനാ സഹായിക്കുന്നത്? ദൂരേന്ന് തന്നെ നമുക്ക് ആംബുലൻസ് വരുന്നുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടല്ലേ സൈറനും ലൈറ്റ് ഒക്കെ ഉപയോഗിക്കുന്നത്. ലൈറ്റ് ഇപ്പൊ നമ്മൾ തൊട്ടടുത്താണെങ്കിൽ ലൈറ്റ് വെച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റും. ആംബുലൻസിന്റെ വെട്ടം കാണുമ്പോ രാത്രിയൊക്കെ ആണെങ്കിലൊക്കെ ആംബുലൻസിന്റെ ആ ലൈറ്റ് വരുമ്പോ മിന്നുമ്പോ നമുക്ക് അറിയാൻ പറ്റും. ഇനി ദൂരെയാണെങ്കിലോ കുറച്ച് ഇത് ദൂരെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാ ആദ്യം ഐഡന്റിഫൈ ചെയ്യുന്ന? സൗണ്ട് അല്ലേ കേൾക്കുന്നത്. ദൂരേന്ന് തന്നെ ആംബുലൻസിന്റെ സൈറൺ ഇട്ട് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അതനുസരിച്ച് റോഡില് യൂസേഴ്സ് റോഡ് ക്ലിയർ ആക്കി കൊടുക്കാനും മറ്റുള്ള വെഹിക്കിൾസ് ഒക്കെ ആംബുലൻസിന് പോകാനുള്ള വഴി ഒതുക്കി കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ ആ സൈറൺ ഇട്ട് പോകുന്നത്. ആ സൈറൺ കേൾക്കുമ്പോഴാണ് നമ്മൾ ആംബുലൻസ് വരുന്നുണ്ട് ഒതുങ്ങി കൊടുക്കണം എന്നുള്ളൊരു ഇത് കിട്ടുന്നത്. അപ്പൊ അതിനൊക്കെ വേണ്ടിയാ. അപ്പൊ അത് സൈറണ്, ലൈറ്റ്, സീറ്റ് ബെൽറ്റ്, അതുപോലെ ആംബുലൻസ് ആണെങ്കിൽ മസ്റ്റ് ആയിട്ട് സീറ്റ് ബെൽറ്റ്. ആംബുലൻസ് കാര്യം മാത്രമല്ല എല്ലാത്തിനും സീറ്റ് ബെൽറ്റ് മസ്റ്റ് ആണ്. സീറ്റ് ബെൽറ്റ് ധരിക്കണം, സീറ്റ് ബെൽറ്റ് യൂസേജ്, ഇതെല്ലാം സീറ്റ് ബെൽറ്റിന്റെ ഇതൊക്കെ കറക്റ്റ് ആണോ എല്ലാം എന്ത് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. എല്ലാരും കറക്റ്റ് ആയിരിക്കണം, പെർഫെക്റ്റ് ആയിരിക്കണം. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യണം, ഇതൊക്കെ ഇടയ്ക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ അടുത്ത് ഇപ്പൊ പലപ്പോഴും GPS യൂണിറ്റും ആയിട്ട് പ്രവർത്തിക്കുന്നതിന്. GPS എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ഒന്ന് എഴുതി വെച്ചാൽ അവിടെ ഗ്ലോബൽ GLOBAL ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം GPS. ഇതെങ്ങനെയാ? GPS യൂണിറ്റുമായിട്ടാണ് സംയോജിപ്പിച്ചിരിക്കുന്നത്. ഇതെന്തിനാണെന്നറിയോ? GPS യൂണിറ്റ് അത് ലൊക്കേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയാട്ടോ. ആംബുലൻസിൽ ഇന്ന ലൊക്കേഷനിലാണ് എന്തെങ്കിലും ഇതിനെ ട്രേസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ആംബുലൻസിന്റെ ലൊക്കേഷനൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് GPS. അത് നമ്മളെ ട്രാഫിക് എന്ന് പറഞ്ഞ മൂവിയില് ഇപ്പൊ ആംബുലൻസ് എവിടെ വരെ എത്തിയില്ലൊക്കെ നമ്മള് അവരവിടെ പോലീസൊക്കെ ഇരുന്ന് കാണുന്നില്ലേ? പോണ വഴി ഇപ്പൊ ഇന്ന സെന്ററിലാണ് അല്ലെങ്കിൽ ഇന്ന റോട്ടിൽ കൂടെ കടന്നു പോവാണ് എന്നൊക്കെ നമ്മളൊക്കെ പോണ പാത്ത് ഇന്ന ജംഗ്ഷനിലെത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ കാണുന്ന. അപ്പൊ ആ ലൊക്കേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആംബുലൻസിലെ GPS യൂണിറ്റ് വെക്കുന്നത്. അതുമായിട്ട് സംയോജിപ്പിച്ചിട്ട് ആയിരിക്കും. ഓക്കെ, GPS ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ നോക്കി ഇനി അവിടെ ഒരു പിക്ചർ കണ്ടില്ല എല്ലാവരും? ആംബുലൻസിനുള്ളിലുള്ള ഫെസിലിറ്റി ഒക്കെ കണ്ടോ? ഉണ്ടോ? അതിനകത്ത് നമ്മൾ ആ രണ്ടാമത്തെ പിക്ചറില് ആ ടെയിൽ ലിഫ്റ്റ് റാമ്പ് ഉണ്ടോ? പേഷ്യൻസിനെയൊക്കെ കയറ്റാൻ വേണ്ടി ആദ്യം താഴേക്ക് ഇറക്കി വെക്കും. അവിടെ സ്ട്രെച്ചർ ചെയ്യുന്ന പേഷ്യൻസിനെ വെക്കും, അതൊക്കെ മുകളിലേക്ക്. അങ്ങനെ ആ പേഷ്യൻസിനെ അകത്തേക്ക് കയറ്റിയിട്ട് അത് മടക്കി അവിടെ തന്നെ വെക്കാവുന്ന ഒരു രീതിയില് റാമ്പുകളൊക്കെ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അതിനകത്ത് എക്യുപ്മെന്റ്സിൽ വരുന്നത്. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചേ? ടൂവേ റേഡിയോ പഠിച്ചു, മൊബൈൽ ഡേറ്റ ടെർമിനൽ പഠിച്ചു, എവിഡൻസ് ഗ്യാതറിംഗ് CCTV, ടെയിൽ ലിഫ്റ്റ് ഓർ റാമ്പ്, പിന്നെ ട്രോമ ലൈറ്റിംഗ്, എയർ കണ്ടീഷനിങ്, ലാസ്റ്റ് ഡേറ്റ റെക്കോർഡ്സ്. ഓക്കെ, എല്ലാരും അവിടെ തന്നെ ഇല്ലേ? ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് നമ്മൾ പാസീവ് വിഷ്വൽ വാർണിംഗ്. ഈ സംഭവങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങള്? ആ പിക്ചറിൽ തന്നേക്കുന്നത് കണ്ടിട്ടില്ല അല്ലെ? ഫസ്റ്റത്തെ സിമ്പിൾ നോക്കിയേ, സ്റ്റാർ ഓഫ് ലൈഫ്. സെക്കൻഡ് ആണ് റെഡ് ക്രോസ്. ഇത് രണ്ടും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? ആംബുലൻസിൽ കണ്ടിട്ടില്ലേ? ആംബുലൻസിൽ മാത്രമല്ല, എമർജൻസി കാണിക്കുന്ന മെഡിക്കൽ എമർജൻസി കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സിമ്പിളുകൾ യൂസ് ചെയ്യുന്നത്. മെഡിക്കൽ എമർജൻസി കാണിക്കുന്ന പ്രൊവൈഡ് ചെയ്യുന്ന എല്ലായിടത്തും വെക്കുന്ന സിമ്പിളാണിത്. അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് നിങ്ങളുടെ രീതിക്ക് എഴുതി വെച്ചോട്ടോ. ആ ക്വസ്റ്റ്യന്റെ ആൻസർ പറയണ്ടേന്ന് അല്ലെ? കഴിഞ്ഞ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, പറയാട്ടോ. നമുക്ക് കുറച്ച് എടുത്തിട്ട് പറയാം. ഓക്കെ, ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ ഏതെങ്കിലും കിട്ടാത്തുണ്ടോ നിങ്ങൾക്ക്? ഇല്ല. ഓക്കെ, അപ്പൊ നോക്കിയേ, പാസീവ് വിഷ്വൽ വാർണിംഗ്. അപ്പൊ അതിനകത്ത് നോക്കിയേ ഉണ്ട്.
പറയൂന്ന് ആദ്യമേയാണ് മെസ്സേജ് ചെയ്തേക്കുന്നത്. ഓക്കെ നോക്കി ആരെങ്കിലും ഒരാളെ കൊണ്ട് ഞാൻ വായിപ്പിക്കാം കേട്ടോ. ഇതും കൂടി ഒന്ന് നോക്കാം നമുക്ക്. പാസിംഗ് വിഷ്വൽ വാർണിംഗ്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നോട്ട് ചെയ്യാൻ പറഞ്ഞാലാണോ? ഏതാ ഞാൻ നോട്ട് ചെയ്യാൻ പറഞ്ഞേ? ഓക്കെ ഞാൻ ചോദിക്കാം കേട്ടോ. ഇതും കൂടി ഒന്ന് നോക്കണം നമുക്ക്. ഇതൊക്കെ പാസിംഗ് വിഷ്വൽ വാർണിംഗ്. ഇത് എന്തിനാണ്? എമർജൻസി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലായിടത്തും വെക്കുന്ന സിമ്പിൾ ആണ് ഇത്. അവിടെ എഴുതി വെച്ചു. മെഡിക്കൽ എമർജൻസി സിമ്പിൾ ആണ് ഇത് കേട്ടോ. എമർജൻസി പ്രൊവൈഡ് ചെയ്യുന്ന എല്ലായിടത്തും വെക്കുന്ന സിമ്പിൾ ആണ്. ഈ നമ്മുടെ ഈ എമർജൻസി ഇതിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ അവരുടെ ടീഷർട്ടിലൊക്കെ ഈ സിമ്പിൾ കണ്ടിട്ടില്ലേ? എമർജൻസി പ്രൊവൈഡ് ചെയ്യുന്ന എല്ലായിടത്തും വെക്കുന്ന ഒരു സിമ്പിൾ ആണ് ഇത്. സ്റ്റാർ ഓഫ് ലൈഫ്, റെഡ് ക്രോസ്, ഇത് രണ്ടും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന സിമ്പിൾ ആണ് കേട്ടോ ഇത് രണ്ടും. റെഡ് ക്രിസന്റ്, മാൾട്ടീസ് ക്രോസ്, വേറെ രണ്ട് സിമ്പിൾ ഉണ്ട്. അത് ഓരോ കൺട്രീസിലും മെഡിക്കൽ എമർജൻസി കാണിക്കുന്ന സിമ്പിൾ ആണെന്ന് ഓർത്ത് വെക്കാം. നമുക്ക് ഇന്ത്യയിൽ സ്റ്റാർ ഓഫ് ലൈഫും റെഡ് ക്രോസും ആദ്യത്തെ രണ്ടെണ്ണം. ആംബുലൻസിന്റെ ഒക്കെ ഡോറിന്റെ അവിടെയൊക്കെ ഉണ്ട്, സൈഡിലൊക്കെ ഉണ്ട് ഇങ്ങനെ. അത് വേറൊന്നുമില്ല, എമർജൻസി കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ. മെഡിക്കൽ എമർജൻസി കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സിമ്പിൾ ആണ്. അത് ഓരോ കൺട്രീസിലും യൂസ് ചെയ്യുന്ന സിമ്പിൾ ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ അതിന്റെ ഏതൊക്കെ സിമ്പിൾ ആണ് മെഡിക്കൽ എമർജൻസി കാണിക്കുന്നതെന്ന് ചോദിക്കാം കേട്ടോ. അപ്പൊ പേരുകൾ ഒന്ന് നോട്ട് ചെയ്യണം. സ്റ്റാർ ഓഫ് ലൈഫ്, റെഡ് ക്രോസ്, റെഡ് ക്രിസന്റ്, മാൾട്ടീസ് ക്രോസ്. ഓക്കെ ഇനി അവിടെ ഒരു താഴെ വേറൊരു പടം കണ്ടിട്ട് ഈ ഒരു ചെക്ക് ബാറ്റൻബർഗ് മാർക്കിംഗ് എന്ന് പറയുന്നത് ഇത് കണ്ടിട്ടുണ്ടോ? ആംബുലൻസിൽ ഇങ്ങനെ ഒരു ചെക്ക് കണ്ടിട്ടുണ്ടോ? ഇനി നിങ്ങളൊന്ന് ആംബുലൻസ് ഒക്കെ പോകുമ്പോ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ. ഇതിപ്പോ ഏതൊക്കെ ചെക്ക് അവിടെ തന്നേക്കണേ? ഗ്രീൻ യെല്ലോ ചെക്കല്ലേ ഇവിടെ തന്നേക്കണത്. ഇത് ഉപയോഗിക്കാൻ റെഡും വൈറ്റും അതൊക്കെയാണ് കൂടുതൽ കാണുന്നത് അല്ലെ. ഇതുണ്ട് റെഡും വൈറ്റും ചെക്ക്, അതും ഒക്കെ ഇതൊക്കെ ഒരു സിമ്പിൾ ആണ്. ബാറ്റൻബർഗ് മാർക്കിംഗ് എന്ന് പറയും. ഓക്കെ ഇത് ആംബുലൻസ് ആണെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ദൂരേക്ക് വെറുതെ സാധാരണ എന്നൊരു പേര് പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല. അപ്പൊ ആംബുലൻസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പാസീവ് സിമ്പിൾ ആണിത്, ബാറ്റൻബർഗ് മാർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ നമുക്ക് എന്നാ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം, എന്നിട്ട് ബാക്കിട്ട് പറയാം കേട്ടോ. ഒന്ന് ഞാൻ അറിയട്ടെ. ആരൊന്ന് വായിക്കണേ? ക്വസ്റ്റ്യൻസ് ഒന്ന് വായിക്കുക ആരെങ്കിലും. ക്വസ്റ്റ്യൻ ആൻസർ ഷിയാസ്. ഓക്കെ എല്ലാവരും ശ്രദ്ധിച്ചോ കേട്ടോ. Which type of infection is also known as nosocomial infection? Okay. ഇതിന്റെ ഓപ്ഷൻസ് പറയണോ? ആൻസർ പറഞ്ഞാ പോരെ? ഓപ്ഷൻസിന് വേണ്ടല്ലോ, കറക്റ്റ് ആൻസർ പറയേ. ഓപ്ഷൻസിൽ സി ആണ് ഹോസ്പിറ്റൽ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ. ഓക്കെ വെരി ഗുഡ്, ഹോസ്പിറ്റൽ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ. Second question, the word nosocomial is derived from the Latin word. Answer nosocomion. Okay, nosocomion, the Latin word. Okay. Yeah. Third question, the word nosocomion means hospital. The word nosocomion എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് എന്താണ്? ഹോസ്പിറ്റൽ. Okay, very good. Fourth question. Which of the following is a nosocomial infection? ഇതില് ഓപ്ഷൻ ഡി ആ വരുന്നേ, all of the above എന്നാ വരുന്നത്. നമ്മൾക്ക് തന്നേക്കുന്നതെല്ലാം നോസോകോമിയൽ ഇൻഫെക്ഷൻ, ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ ആണ്. ഓക്കെ Fifth question, dash is a disease caused by the inflammation of the protective memory covering the brain and spinal cord. അതിന്റെ ആൻസർ മെനിഞ്ചിറ്റിസ് എന്നാണ്. മെനിഞ്ചൈറ്റിസ് ഇൻഫ്ലമേഷൻ. Sixth question, which of the following come under vector-borne transmission? Okay, vector-borne transmission വരാത്തത് ഫുഡ് ആണ്. ഓപ്ഷൻ സി ഫുഡ്.
ഫുഡാണ്, ബാക്കിയെല്ലാം ഇതിനകത്ത് വരുന്നതാണ്. ഓക്കെ. Okay. Seventh question, expand PPE, personal protective equipment. Okay, very good. PPE, personal protective equipment. And eighth question, which of the following not include in additional precautions? Okay. ഇതിൽ ഓപ്ഷൻ ബി ആണ് വരുന്നത്, സ്റ്റെറിലൈസേഷൻ ആണ്. സ്റ്റെറിലൈസേഷൻ അഡീഷണൽ പ്രിക്കോഷൻസ് വരുന്നതല്ല. ഓക്കെ. Ninth question, who is the head of the infection control committee? ആൻസർ വരുന്നത് ചെയർപേഴ്സൺ ആണ്, സി. ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുടെ ഹെഡ് ചെയർപേഴ്സൺ. Okay, 10th question, last one. Which of the following comes under support service of service in infection control committee? ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിലെ സപ്പോർട്ട് സർവീസിൽ വരുന്നത് ഏതൊക്കെയാണ് അല്ലെ? അതിൽ ഓപ്ഷൻ ഡി ആ വരുന്ന ഓൾ ഓഫ് ദ അബോവ് എന്നാണ് വരുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് തന്നേക്കുന്നതൊക്കെ സപ്പോർട്ട് സർവീസിൽ വരുന്നതാണ്. ഓക്കെ, ഓൾ ഓഫ് ദ അബോവ് ആൻസർ. അത്രേ ഉള്ളൂ, 10 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, 10th ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ, പ്രിൻസിക്ക് ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല അല്ലെ, ആൻസർ ക്ലിയർ ആണ്. ഓക്കെ, ഇനി ഉണ്ടല്ലോ ഒരു കാര്യം ഞാൻ പറയാം. അശ്വതി മിസ് ലീവാണ്, അതുകൊണ്ട് കുറച്ച് സമയം കൂടി ഞാൻ എടുക്കുകയാണ് കേട്ടോ. ക്ലാസ് നമുക്ക് ഈ ഒരു ചാപ്റ്റർ കൂടി ഇല്ലേ, ബോറടിക്കുണ്ടാവും. മിസ് നല്ല രസമല്ലേ കേട്ടിരിക്കേ? കുഴപ്പമില്ല അല്ലെ? അപ്പൊ നിങ്ങൾ ഇച്ചിരി വെള്ളം എന്തെങ്കിലുമൊക്കെ ഒന്ന് കുടിക്കും. 1 മണിക്കൂറായാലും ഇരിക്കുന്നു, ഒന്ന് പോയി പെട്ടെന്ന് വെള്ളം കുടിച്ചിട്ട് തിരിച്ചു ഒരു 2 മിനിറ്റ് വരെ ഞാൻ ഇത്തിരി വെള്ളം കുടിക്കട്ടെ. ഓക്കെ, ഇത് നമുക്ക് കുറച്ചും കൂടി അങ്ങോട്ട് എടുക്കാം കേട്ടോ. ഈ ഒരു ചാപ്റ്ററും കൂടിയാണ് നമ്മുടെ ഇതിനകത്ത് എക്സാമിനുണ്ട്. അപ്പൊ അത് വലിയ പ്രശ്നമൊന്നുമില്ല. ഇതുപോലെ നമ്മൾ അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. കുറച്ചും കൂടി എടുക്കാം. നിങ്ങൾ ബോറടിക്കാവുന്ന അപ്പൊ ഞാൻ അതുവരെ എടുക്കാം. ഓക്കെ, എനിക്ക് പ്രശ്നമില്ല. എനിക്കിപ്പോ എടുത്തോ. ഓക്കെ, എന്നാ വേഗം വെള്ളം കുടിച്ചോട്ടാ. വെള്ളം കുടിച്ചിട്ടോ. എക്സാം ഡേറ്റ് ഫിക്സ് ചെയ്തോ ഞങ്ങളുടെ? അതാരാ ചോദിച്ചേ? ലിതയുടെ സൗണ്ടാണോ? ലിത എന്തോരമുള്ള കുട്ടിയാ? ലിത എത്ര വയസ്സുള്ള കുട്ടി? എന്തോട്ടുണ്ട്? കുഞ്ഞു കുട്ടി. ഒച്ചയിരിക്കുക. എത്ര? 33. എന്റെ അമ്മ 33 വയസ്സുള്ള കുട്ടിയുടെ സൗണ്ടാണ് ഞാൻ ഈ കേൾക്കണേ. ഒച്ച അടച്ചിരിക്കുക തൊണ്ടവേനയായിട്ട്. സൗണ്ട് അടഞ്ഞിരിക്കുന്നോണ്ടാണ്. ഞാൻ ഒത്തിരി ഏത് കുട്ടിയാണ് ഇങ്ങനെ ചോദിക്കണേ. ഓക്കെ, എക്സാമിന്റെ ഡേറ്റ് നിങ്ങക്ക് വന്നിട്ടില്ല കേട്ടോ? വന്നിട്ടില്ല. നിങ്ങൾക്ക് ഓണം കഴിഞ്ഞിട്ടായിരിക്കും ഇനിയിപ്പോ എക്സാം ഉണ്ടാവുള്ളൂ. ഇത് കറക്റ്റ് ആയിട്ടില്ല. നിങ്ങൾ ഇനി കിട്ടുന്ന സമയം അനുസരിച്ച് പഠിച്ചോ. എന്തായാലും 4-5 ദിവസം നിങ്ങൾക്ക് സ്റ്റഡി ലീവായിട്ട് തരും. എന്നിട്ടായിരിക്കും എക്സാം. എങ്കിലും നിങ്ങൾക്ക് പറ്റുന്ന രീതിക്ക് നിങ്ങൾക്ക് അറിയാലോ. എന്തായാലും അടുത്ത് തന്നെ എക്സാം ഉണ്ട്. അപ്പൊ അത് മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ പഠിച്ചോ കേട്ടോ. ഇത്തിരി വേഗം വെള്ളം കുടിക്കുക കേട്ടോ. ഇത്തിരി ചൂടുവെള്ളമൊക്കെ കുടിക്കില്ല. ഇതാ സൗണ്ട് ഒന്ന് ക്ലിയർ ആവട്ടെ കേട്ടോ. ഓക്കെ.
ഈ എക്സാമിന് ഇപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ഇന്റേണൽ മാർക്ക് വരൂലേ. അപ്പോ ഈ എക്സാമിന്റെ നിങ്ങളിപ്പോ നിങ്ങളുടെ അക്കാദമിക് പെർഫോമൻസ് ഒക്കെ നോക്കിയിട്ടായിരിക്കും അതിനനുസരിച്ചായിരിക്കും ഇന്റേണൽ മാർക്ക് വരുന്നത് കേട്ടോ. അതുകൊണ്ട് ഇതിന് മാക്സിമം കിട്ടുവാണെങ്കിൽ നമുക്ക് ഇന്റേണൽ കൂടുതൽ ഉണ്ടാകും. നിങ്ങൾ ആ ഒരു ഇമ്പോർട്ടൻസ് തന്നെ കൊടുത്ത് പഠിക്കാം. അല്ലാതെ ഇപ്പൊ നിങ്ങൾക്ക് വേറെ രീതിയിലൊന്നും ഇന്റേണൽ മാർക്സ് ഇടാൻ പറ്റില്ലല്ലോ. നമുക്ക് കുറച്ച് പേരുകളൊക്കെ ലൈവിൽ കയറുന്നവരുണ്ട്. ചിലർ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടാവും അവർക്ക് ജോലിക്ക് പോകുന്നവരൊക്കെയാണ്, അവർക്ക് ലൈവ് ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റില്ല. റെക്കോർഡ് ക്ലാസ് നിങ്ങളിപ്പോ ലൈവിൽ ഇരിക്കുന്നവരെക്കാളും ഒത്തിരി കൂടുതലാണ് റെക്കോർഡ് ക്ലാസ് കേൾക്കുന്ന കുട്ടികൾ. അപ്പോ എന്താ പറയാ, നമുക്ക് അങ്ങനെ ഒരു ഇതിൽ വെച്ചിട്ട് നിങ്ങൾക്ക് മാർക്കുകളൊന്നും ഇടാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക്, പിന്നെ ഞങ്ങൾ വെറുതെ ഒന്ന് പറഞ്ഞിരുന്നുള്ളൂ കേട്ടോ. ക്ലാസ്സിന്റെ എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് സ്കിപ്പ് ചെയ്ത് പോകുമ്പോ എന്താ നിങ്ങളൊക്കെ ക്ലാസ്സിൽ ചെയ്യണേന്നുള്ള ഒരു ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നുള്ളൂ. അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. നിങ്ങളുടെ ഒരു സൗകര്യം അനുസരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ നിങ്ങൾക്ക് തരുന്നത് കോഴ്സ്. അതാ പറഞ്ഞത്, മാക്സിമം നമ്മളെ കൊണ്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാർക്ക് പോലും നിങ്ങളുടെ കുറയണത് ഞങ്ങൾക്കില്ല. അപ്പൊ അതുകൊണ്ട് മാക്സിമം നിങ്ങൾക്ക് ഒരു മാർക്ക് കൂടുതൽ തരാനേ ഞങ്ങൾ ആഗ്രഹിക്കുള്ളൂ. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിക്കുന്നതല്ലേ നിങ്ങള്. നമുക്ക് ഇല്ലാത്ത സമയം പിള്ളേരുടെ കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ടൊക്കെ നമ്മൾ വളരെ ബുദ്ധിമുട്ടി നമ്മൾ ക്ലാസ്സിലിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ കിട്ടാനല്ല ഞങ്ങൾ ആഗ്രഹിക്കുള്ളൂ. അപ്പൊ എന്ന് വെച്ചാൽ ഫൈനൽ മാർക്കിന് നമുക്ക് ഇന്റേണൽ മാർക്കായിട്ട് നിങ്ങളിപ്പോ ഈ എക്സാമുകൾ കിട്ടൂലേ, ഫസ്റ്റ് സെക്കൻഡ് മോഡ്യൂൾ കഴിയുമ്പോൾ എക്സാം ഉണ്ട്, തേർഡും ഫോർത്തും കഴിയുമ്പോൾ എക്സാം ഒക്കെ ഉണ്ട്, മോഡൽ എക്സാം ഒക്കെ ഉണ്ട്. അതിന്റെ മാർക്കുകളിലൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇന്റേണൽ മാർക്ക് വരുന്നത്. അല്ലാതെ വേറൊരു രീതിയിലും അല്ല ഇന്റേണൽ മാർക്ക് ഇടുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യുകയാണെങ്കിൽ അവിടെ ഫൈനൽ മാർക്കിലേക്ക് വരുമ്പോൾ അത്രയും എക്സ്ട്രാ നിങ്ങൾക്ക് കിട്ടൂലേ. ഓക്കെ, അതനുസരിച്ച് നിങ്ങൾ സീരിയസ് ആയിട്ട് പഠിക്കും. മാക്സിമം നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. നമുക്കറിയാലോ നിങ്ങള് നമുക്ക് എല്ലാവർക്കും അതല്ലേ ആഗ്രഹം. നമ്മൾ ഇങ്ങനെ ഒരു കോഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടി നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഒരു റിസൾട്ട് കിട്ടണമല്ലോ. നിങ്ങൾക്ക് കോഴ്സ് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കഴിഞ്ഞ് കിട്ടുന്ന എവിടെയെങ്കിലും തന്നെ ഒരു ജോലിക്ക് കയറുക എന്നുള്ള ആഗ്രഹം. അതിനുവേണ്ടിയല്ല എല്ലാവരും ഇരിക്കുന്ന ഇവിടെ. അപ്പൊ നമ്മളെ കൊണ്ട് മാക്സിമം ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് അതിനു വേണ്ട എല്ലാ ഹെൽപ്പും ചെയ്തു തരും. അതോർത്ത് പേടിക്കണ്ട. നമ്മളൊക്കെ ക്ലാസ്സുകൾ കഴിഞ്ഞ് എക്സാം ആണെങ്കിലും മാക്സിമം നിങ്ങളെ പറ്റുന്ന രീതിയിൽ ചെയ്യാം. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ എല്ലാവരും പോയവരൊക്കെ എത്തിയോ? വെള്ളമൊക്കെ കുടിച്ച് വന്നോ എല്ലാവരും? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് എസ്. അപ്പൊ നമ്മൾ പറഞ്ഞില്ല ബാറ്റൻബർഗ് മാർക്കിംഗ് ആയിരുന്നു. അപ്പൊ എല്ലാവരും ഇനി ആംബുലൻസ് ഒക്കെ ഒന്ന് പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഈ സംഭവങ്ങളൊക്കെ ഉണ്ടോ, നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. അപ്പൊ നോക്കിയ ബാറ്റൻബർഗ് മാർക്കിംഗ്. അപ്പൊ നമ്മൾ കൂടുതൽ നമ്മുടെ ഇവിടെ റെഡും വൈറ്റും ചെക്ക് ആയിരിക്കും ആംബുലൻസിന്റെ സൈഡിലൊക്കെ കണ്ടിട്ടില്ലേ, സൈഡിലൊക്കെ. അതൊക്കെ എന്തിനാ ദൂരെന്ന് തന്നെ ആംബുലൻസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പാസീവ് സിഗ്നലുകൾ. അത് എപ്പോഴും ആംബുലൻസിൽ ഉണ്ടാവും. എമർജൻസി വരുമ്പോ മാത്രമല്ല, എപ്പോഴും ആംബുലൻസ് പോകുമ്പോൾ ഓൾറെഡി പെയിന്റഡ് ആയിരിക്കുമല്ലോ. അപ്പൊ അതിനകത്ത് നമ്മൾ ആംബുലൻസിൽ പെയിന്റ് ചെയ്യുമ്പോൾ തന്നെ ഈ ചെക്ക് മാർക്കും ഇതൊക്കെ അതിനകത്ത് ഓൾറെഡി പെയിന്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, നോക്കിയേ ബാറ്റൻബർഗ് മാർക്കിംഗ് ആർ പാറ്റേൺ ഓഫ് ഹൈ വിസിബിലിറ്റി മാർക്കിംഗ്. നല്ല വിസിബിലിറ്റി മാർക്കിംഗ്, വിസിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് ചെയ്യുന്നത്. Passive visual warning are generally part of the design of the vehicle. വെഹിക്കിൾ ഡിസൈൻ ചെയ്യൂലേ, നമ്മൾ പെയിന്റ് അടിക്കൂലേ, ആ വെഹിക്കിൾ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സിമ്പിൾ ഈ ചെക്ക് മാർക്ക് നമ്മളവിടെ കൊടുക്കുന്നത് ഓൾറെഡി പെയിന്റഡ് ആയിരിക്കും, പെയിന്റ് തന്നെ ചെയ്യുന്നുണ്ട്. ആൻഡ് ആർ ദ യൂസ് ഓഫ് ഹൈ കോൺട്രാസ്റ്റ് പാറ്റേൺ ആർ ഇൻവോൾവ്. ഇതെങ്ങനെ ഒരു കോൺട്രാസ്റ്റ് പാറ്റേൺ അല്ലേ നമ്മൾ കൊടുത്തേക്കുന്നത്, റെഡ് വൈറ്റ് അങ്ങനെ ചെക്ക് മാർക്ക് പോലെയാണ് കൊടുക്കുന്നത്. നമ്മൾ ചെസ്സിലൊക്കെ കണ്ടിട്ടില്ലേ, ചെസ് ബോർഡൊക്കെ കണ്ടിട്ടില്ലേ, ബ്ലാക്ക് വൈറ്റ് ചെസ് ബോർഡ്, അതുപോലെ നമ്മൾ ചെക്ക് മാർക്ക് ആയിരിക്കും ഇവിടെ കൊടുത്തേക്കുന്നത്. റെഡും വൈറ്റും അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ കണ്ട ഇതിനകത്ത് കൊടുത്തേക്കുന്നത് ഗ്രീനും യെല്ലോയും അങ്ങനെയുള്ള മാർക്കിംഗ് ആയിരിക്കും. അതെ, ഓൾഡർ ആംബുലൻസ് more probably to have their pattern painted on. പണ്ട് ആംബുലൻസിൽ അത് പെയിന്റ് ചെയ്യായിരിക്കും, പെയിന്റ് ഇല്ലേ,
അതിനകത്ത് നമ്മള് ഇത് പെയിന്റ് ചെയ്തേക്കായിരിക്കും. ഈ റെഡും വൈറ്റും പെയിന്റ് ആയിരിക്കും കൊടുത്തേക്കുന്നത് പണ്ട് ആംബുലൻസിൽ. Whereas modern ambulance normally carry retro-reflective design. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. Retro-reflective design which reflect light from car headlights or torches. എന്നാ ഇപ്പൊ ടെക്നോളജി കൂടുതൽ ഡെവലപ്പ് ചെയ്തില്ലേ? ഓരോ ദിവസവും ചെല്ലുന്നതോടെ ടെക്നോളജി ഡെവലപ്പ് ചെയ്യാണ്. അതനുസരിച്ച് ഇപ്പോൾ ആംബുലൻസിൽ റിട്രോ റിഫ്ലക്റ്റീവ് ഡിസൈനുകളാണ് വെച്ചേക്കുന്നത്. അതെന്താ? വിച്ച് റിഫ്ലക്ട് ലൈറ്റ് ഫ്രം എ കാർ ഹെഡ്ലൈറ്റ്സ് ഓർ ടോർച്ചസ്. ഇപ്പൊ ലൈറ്റ് അതിനകത്ത് അടിക്കുമ്പോ ഇപ്പൊ രാത്രിയൊക്കെ പോകൂലേ? അപ്പൊ നമ്മൾ കാണുമ്പോൾ നമ്മുടെ കാറിന്റെ ഹെഡ്ലൈറ്റിൽ നിന്നുള്ള വെട്ടം അടിക്കുമ്പോഴത്തേക്കും അതെന്ത് ചെയ്യും? റിഫ്ലക്ട് ചെയ്യും. അപ്പൊ കുറച്ചുകൂടി ഇതല്ലേ നമ്മള്, അല്ലെങ്കിൽ നമുക്ക് അത്ര ഇതില്ല. അപ്പൊ ഇപ്പത്തെ ടെക്നോളജി അനുസരിച്ച് റിട്രോ റിഫ്ലക്റ്റീവ് ഡിസൈനുകളെ വെച്ചേക്കുന്നത്. വേറൊന്നുമില്ല, അതിൽ ലൈറ്റ് അടിക്കുമ്പോൾ അത് റിഫ്ലക്ട് ചെയ്യും. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഒരു അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയാ. മറ്റേന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല, വെറുതെ പെയിന്റ് മാത്രമേ ഉള്ളൂ, പെയിന്റഡ് തന്നെയായിരിക്കും. നമ്മൾ ഈ റോഡിലൂടെ നമ്മൾ രാത്രിയൊക്കെ പോകാറുണ്ടോ? നിങ്ങള് രാത്രിയൊക്കെ പോകുമ്പോ രണ്ട് സൈഡിലും മാർക്കൊക്കെ ചെയ്തിട്ടുണ്ട്, നടുക്കിയ കൂടെ ഒക്കെ മാർക്ക് ഉണ്ടോ? അപ്പൊ നമ്മളത് എന്താ, നമ്മളത് പോകുമ്പോൾ, നമ്മുടെ വെഹിക്കിൾ പോകുമ്പോൾ ആ ലൈറ്റ് അടിക്കുമ്പോൾ അത് നല്ല റെഡ് കളറിലൊക്കെ അല്ലെങ്കിൽ മഞ്ഞ കളറിലൊക്കെ റോഡില് കാണാം, തെളിഞ്ഞു കാണും. ലൈറ്റ് ഇല്ലാതെ ആകുമ്പോ അത് ഇല്ല അല്ലെ? ലൈറ്റ് അടിക്കുമ്പോൾ അത് നല്ല തെളിഞ്ഞു കാണാം. അതൊക്കെ എന്തിനാ? നമുക്ക് കൂടുതൽ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ സൈഡൊക്കെ നമ്മൾ ആ റോഡിന്റെ അല്ലെങ്കിൽ സെന്ററിലൊക്കെ അങ്ങനെ ഇത് കഴിയുമ്പോൾ നമുക്കത് ഒന്നുകൂടി നമുക്ക് അട്രാക്റ്റീവ്, നമുക്ക് കുറച്ചുകൂടി ശ്രദ്ധ കിട്ടാൻ, അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് കാണാൻ പറ്റൂല അല്ലെ? അതാണ് റിഫ്ലക്റ്റഡ് ലൈറ്റിന്റെ പ്രത്യേകത. നമ്മുടെ ലൈറ്റ് അടിക്കുമ്പോൾ അത് റിഫ്ലക്ട് ചെയ്യും. അപ്പൊ നമുക്ക് കുറച്ചും കൂടി രാത്രിയൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് കുറച്ചും കൂടി നമുക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള റിട്രോ റിഫ്ലക്റ്റീവ് ഡിസൈനുകളാണ് ഇപ്പോ ഉള്ള ആംബുലൻസുകൾ. പണ്ട് വെറുതെ പെയിന്റ് ചെയ്ത് വെച്ചേക്കായിരുന്നു. നോക്കിയേ, ഇനി അത് ഒന്നാമത്തെ കാര്യം, ബാറ്റൻബർഗ് മാർക്കിംഗ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നോക്കിയേ, അനദർ പാസീവ് മാർക്കിംഗ് ഫ്രം ഇറ്റ്സ് വേർഡ് ആംബുലൻസ് ഓർ ലോക്കൽ ലാംഗ്വേജ് ഓൾട്ടർനേറ്റീവ് ഇല്ലുസ്ട്രേറ്റഡ് ഇൻ റിവേഴ്സ് ഓൺ ദ ഫ്രണ്ട് ഓഫ് ദ വെഹിക്കിൾ. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആംബുലൻസിൽ എഴുതിയേക്കുന്നത് എങ്ങനെയാ? ചിലതിലൊക്കെ എങ്ങനെയാ കേട്ടോ, ആംബുലൻസിൽ തിരിച്ചെഴുതിയേക്കണുണ്ടോ, മറച്ചെഴുതിയേക്കുന്നത്. ആംബുലൻസിന് റിവേഴ്സ് ഓർഡറിലായിരിക്കും. വെഹിക്കിളിന്റെ ഫ്രണ്ടിൽ, ആംബുലൻസിന്റെ ഫ്രണ്ടില് ആംബുലൻസിന് റിവേഴ്സ് ഓർഡറിലായിരിക്കും എഴുതിയേക്കുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാ? ദിസ് എനേബിൾ ഡ്രൈവേഴ്സ് ഓഫ് അതർ വെഹിക്കിൾ ടു സിംപ്ലി ഐഡന്റിഫൈ ആൻഡ് അപ്രോച്ചിങ് ആംബുലൻസ് ഇൻ ദ റിയർ വ്യൂ മിറർ. ആംബുലൻസ് മേ ബി ഡിസ്പ്ലേ ദ നെയിം ഓഫ് ദ റിയർ വ്യൂ മിറർ. അത്രയോട് ഫുൾ സ്റ്റോപ്പ് ഇട്ടോ കേട്ടോ. നെക്സ്റ്റ് സെന്റൻസ് പറയാറ്. അപ്പൊ ഇതെന്തിനു വേണ്ടിയിട്ടാ? അപ്പൊ നമ്മള് ഫ്രണ്ടിൽ പോകുക, നമ്മുടെ ബാക്കിൽ ആംബുലൻസ് വരിക. അപ്പൊ എമർജൻസി ഉണ്ടെങ്കിൽ മാത്രം ആ സൈറൺ ഉപയോഗിച്ചാൽ മതിയല്ലോ, അല്ലെങ്കിൽ ഒന്നും സൈറന്റെ ആവശ്യമില്ല. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമ്മുടെ പുറകില് ആംബുലൻസ് വരുന്നുണ്ടെന്ന് നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ ഡ്രൈവറിന് എപ്പോഴും പുറകിലേക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റുമോ? ഏത് വണ്ടിയെ പുറകെ വരുന്നതൊക്കെ. അപ്പൊ ഡ്രൈവറിന്റെ ബാക്കിലുള്ള വാഹനങ്ങൾ കാണുന്നത് എങ്ങനെയാണ്? മിററിൽ കൂടിയാണ് അല്ലെ? അങ്ങനെയല്ലേ? നമ്മളിപ്പോ ടൂ വീലറൊക്കെ ഓടിച്ചു പോകുമ്പോൾ നമ്മള് എപ്പോഴെപ്പോഴും പുറകിലേക്ക് വണ്ടി തന്നെയുണ്ടോ? നമുക്ക് റോഡ് ക്രോസ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഗ്ലാസ്സിൽ കൂടെ നോക്കിയാണ് ബാക്കിൽ വണ്ടി ഉണ്ടോ, റോഡ് ക്ലിയർ ആണോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ വളയ്ക്കുന്നത്. അപ്പൊ എന്തിനാ ശരിക്കും ആ മിറർ? ബാക്കിലെ വണ്ടികളെ അറിയാൻ വേണ്ടിയിട്ടാണ് മിറർ. അപ്പൊ നമ്മുടെ ആംബുലൻസിന്റെ ഫ്രണ്ടിൽ പോണെയുള്ള ഡ്രൈവറിന് ഗ്ലാസ്സിൽ കൂടെ നോക്കുമ്പോൾ ആംബുലൻസിന് കറക്റ്റ് ആയിട്ട് വായിക്കുന്നെങ്കിൽ ആംബുലൻസിൽ എന്ത് വേണം? റിവേഴ്സ് ഓർഡറിൽ എഴുതണം, അല്ലെങ്കിൽ തിരിഞ്ഞ് തല ഒത്തിയായിരിക്കുമല്ലേ അയാൾ വായിക്കുമ്പോൾ. ഫ്രണ്ടിലുള്ള ഗ്ലാസ്സിൽ കൂടെ വായിക്കുമ്പോൾ തിരിഞ്ഞായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ ഗ്ലാസ്സിൽ കൂടെ നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് ആംബുലൻസിന് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ആംബുലൻസിൽ റിവേഴ്സ് ഓർഡറിൽ ആംബുലൻസിന് എഴുതിയേക്കുന്നത്. അതും ഒരു പാസീവ് വിഷ്വൽ വാർണിംഗ് ആണ്. ക്ലിയർ ആയോ? ഒക്കെ നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, സിമ്പിൾ ആണ്. ഓക്കെ, പിന്നെ നോക്കിയേ, ആംബുലൻസ് may display the name of the owner or operator and the emergency telephone number and for the ambulance service. പിന്നെ നോക്കിയേ, ആംബുലൻസിലെ ഓണറിന്റെ പേരുണ്ടാവും. ഇപ്പൊ ഒരു ചാരിറ്റി നൽകുന്നതാണെങ്കിൽ അങ്ങനെ ആ ചാരിറ്റിയുടെ പേരുണ്ടാവും അല്ലെ? ഓണർ. പ്രൈവറ്റ് ആംബുലൻസുകളൊക്കെ ആണെങ്കിലും ഹോസ്പിറ്റലിലാണെങ്കിലും ഇന്ന ഹോസ്പിറ്റലിലെ ആംബുലൻസ് ഒരു പേരുണ്ടാവും.
പിന്നെ അതുപോലെ തന്നെ ഓണർ ഓർ ഓപ്പറേറ്റർ ആൻഡ് എമർജൻസി ടെലിഫോൺ നമ്പർ. ഇനിയിപ്പോ ആംബുലൻസ് നമുക്ക് കോണ്ടാക്ട് ചെയ്യാനായിട്ട് എമർജൻസി നമ്പറും ഉണ്ടാവും, ടെലിഫോൺ നമ്പറും ഉണ്ടാവും അല്ലെ. അപ്പൊ ആ നമ്പർ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നമുക്ക് എപ്പോഴെങ്കിലും ആംബുലൻസിന്റെ സർവീസ് വേണ്ടുമെങ്കിൽ നമുക്ക് പേഴ്സണൽ ആയിട്ട് അവരെ വിളിച്ച് പറയാം, പ്രൈവറ്റ് ആംബുലൻസിലൊക്കെ. അപ്പൊ എന്തുണ്ടാവും, ഓണർ ഓർ ഓപ്പറേറ്ററിന്റെ പേരുണ്ടാകും, ഫോൺ നമ്പർ ആംബുലൻസിന് ഉണ്ടാകും. ഇതെന്തിനു വേണ്ടിയിട്ടാ, ആംബുലൻസ് സർവീസിന് വേണ്ടിയിട്ടാ. നമുക്ക് ആ സർവീസ് വേണമെങ്കിൽ നമുക്ക് ആ വിളിച്ച് എന്ന് പറയും. ക്ലിയർ അല്ലേ? ഇനി പറഞ്ഞിരിക്കുന്ന ആംബുലൻസ് മേ ഓൾസോ ഹാവ് എ സിംബൽ ഡിസ്പ്ലേഡ്. ആംബുലൻസിൽ ഇങ്ങനെ സിംബലുകൾ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്, പല സിംബലുകൾ ഡിസ്പ്ലേ ചെയ്യാം. നമ്മൾ പറഞ്ഞ സിംബലുകളില്ലേ, റെഡ് ക്രിസന്റ്, അതൊക്കെ മാൾട്ടീസ് ക്രോസ് എന്നൊക്കെ പറഞ്ഞ സിംബലുകളില്ലേ, മെഡിക്കൽ എമർജൻസി കാണിക്കുന്ന സിംബലുകൾ. അപ്പൊ അങ്ങനെയുള്ള സിംബലുകളും ആംബുലൻസിൽ കൊടുക്കാം. ഇതെല്ലാം ഏതാണ്, പാസീവ് ആണ്, പാസീവ് വിഷ്വൽ വാർണിംഗ് ആണ്. അപ്പൊ ചെക്ക് മാർക്കുകൾ, ബാറ്റൻബർഗ് മാർക്കിംഗ് ഉണ്ടാകാം, പിന്നെ വേർഡ് ആംബുലൻസ് എന്ന് പറഞ്ഞ വേർഡ് തിരിച്ചെഴുതിയേക്കുന്നത്, പിന്നെ ഇങ്ങനെയുള്ള സിംബലുകളും ആംബുലൻസിൽ ഡിസ്പ്ലേ ചെയ്യാം. ഇത് പാസീവ് ആണ്, എപ്പോഴും ഉണ്ടാകും അത്. ഇനി നെക്സ്റ്റ് വരുന്നത് ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ് ആണ്. ഈ പാസീവ് സിംബൽ വിഷ്വൽ വാർണിംഗിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, ഇനി നോക്കി ആക്റ്റീവ് എങ്ങനെയാന്ന് നോക്കി. ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്. Usually the visual signals for the task are in the shape of flashing light. കണ്ടിട്ടില്ലേ ആംബുലൻസില് ലൈറ്റ് ഇട്ട് ഇങ്ങനെ ഫ്ലാഷ് ആയിട്ട് പോണത്, ഫ്ലാഷിംഗ് ലൈറ്റ് ഇട്ടിട്ട് പോണത്, ലൈറ്റ് ഇട്ട് പോണ ആംബുലൻസ് അല്ലെ. Usually the visual sign for the task are in the shape of flashing light. These flash in order to attract the attention of other road users on the ambulance approaches, or to provide a warning to motorists approaching a stopped ambulance in a dangerous position on the road. അപ്പൊ എന്തിനാ ഇങ്ങനെ ഈ ഫ്ലാഷിംഗ് ലൈറ്റ് കൊടുക്കുന്നത്? കൂടുതൽ അട്രാക്ഷൻ കിട്ടാൻ. നമ്മള് ഇതിന്റെ ലൈറ്റുകള് അത് നിങ്ങൾക്ക് ഓഡിയബിൾ വാർണിംഗ് വേറെ പറയുന്നുണ്ട് കേട്ടോ, ഇതിന്റെ സൈറന്റെ കാര്യം. ലൈറ്റിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ഇട്ട് പോകുന്നത് എന്തിനാ, അപ്പൊ കുറച്ചും കൂടി അട്രാക്ഷൻ കിട്ടാനാണ്. അതൊരു മെഡിക്കൽ എമർജൻസി കാണിക്കുന്ന ആക്റ്റീവ് ആണ് അത്. അപ്പൊ നമ്മള് ഇപ്പൊ നമ്മുടെ എമർജൻസി ആയിട്ട് പോകണമെങ്കിൽ സാധാരണ ആംബുലൻസ് പോയാൽ അത്ര ഇതില്ല, പക്ഷെ ലൈറ്റ് ഇട്ടൊക്കെ പോകുമ്പോൾ അത് എമർജൻസി ആണ്. അപ്പൊ അതനുസരിച്ച് ആളുകൾ വെഹിക്കിൾസ് ഒതുക്കി കൊടുക്കുകയും പിന്നെ റോഡിൽ കൂടെ പോണ ആളുകളാണെങ്കിൽ ശ്രദ്ധിച്ച് വഴി ആംബുലൻസിൽ പോകാന് സേഫ് ആയിട്ടുള്ള ഒരു വഴിയൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, ആളുകളുടെ കൂടുതൽ അട്രാക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഫ്ലാഷിംഗ് ലൈറ്റ് ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കുന്നത് പറഞ്ഞാൽ ആംബുലൻസ് ഇപ്പൊ നമ്മള് കറക്റ്റ് ആയിട്ട് ഒതുക്കി അങ്ങനെയൊന്നും നിർത്തണമെന്നില്ല. നമ്മൾ എമർജൻസി ആയിട്ട് ഇപ്പൊ പെട്ടെന്ന് ഒരു ആക്സിഡന്റ് പറ്റി, അപ്പൊ നമ്മൾ ആംബുലൻസ് വരികയാണ്, ആംബുലൻസ് വരുമ്പോ അത് ശ്രദ്ധിച്ച് ഒതുക്കി ഒന്ന് നിർത്താനുള്ള സമയം പെട്ടെന്ന് പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യുക. അപ്പൊ ചിലപ്പോ ഒരു അപകടകരമായ രീതിയിൽ ആംബുലൻസിൽ റോഡിൽ നിർത്തിയിട്ടാണെങ്കിൽ അപ്പൊ അതിൽ കൂടെ പാസ് ചെയ്യുന്ന മറ്റുള്ള വെഹിക്കിൾസിനൊക്കെ ആംബുലൻസ് അവിടെ ഉണ്ടെന്നുള്ള ഒരു ഇത് കിട്ടണ്ടേ, അതിനു വേണ്ടിയിട്ട് കൂടിയാണ് ആ ലൈറ്റ് ഇടുന്നത്. ഓക്കെ, അതാണ് രണ്ടാമത് പറഞ്ഞേക്കുന്നത്. Provide a warning to motorists approaching a stopped ambulance in a dangerous position. അവിടെ മോട്ടറിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്, വാഹന യാത്രികൻ. ഇതാണ് മലയാളം, വാഹന യാത്രികൻ. മറ്റൊരു വാഹനത്തിലെ ആളുകൾക്ക് ആംബുലൻസ് ഒരു ഡേഞ്ചറസ് പൊസിഷനിൽ നിർത്തി കഴിഞ്ഞാൽ അവിടെ ആംബുലൻസ് ഉണ്ടെന്ന് ദൂരെന്ന് തന്നെ അറിയുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് അവിടെ ആ ഫ്ലാഷിംഗ് ലൈറ്റ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഫ്ലാഷിംഗ് ലൈറ്റ് കാണുമ്പോൾ ദൂരെന്ന് അറിയാലോ, ആംബുലൻസിനെ ഐഡന്റിഫൈ ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്, ആംബുലൻസിലെ കോമൺ ബീക്കൺ കളേഴ്സ് ഏതൊക്കെയാണെന്ന്. കോമൺ കളേഴ്സ് ഓഫ് ആംബുലൻസ് വാർണിംഗ് ബീക്കൺസ് ആണ്. ഏതൊക്കെയാ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കളറ്? വാർണിംഗ് ബീക്കൺസിൽ ഉപയോഗിക്കുന്ന കളർ ബ്ലൂ കളർ ഉപയോഗിക്കാം, റെഡ് ഉപയോഗിക്കാം, ആംബർ. ആംബർ എന്ന് പറഞ്ഞാൽ ബ്രൗണിഷ് യെല്ലോ കളറാണ്. ബ്രൗണിഷ് യെല്ലോ കളർ ആംബർ. ബ്രൗണിഷ് യെല്ലോ കളറാണ് ആംബർ. ഓക്കെ, അവിടെ വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോ. ബ്രൗണിഷ് യെല്ലോ കളർ ആൻഡ് വൈറ്റ്, ക്ലിയർ വൈറ്റ്. ഇത്രയും കളേഴ്സ് സാധാരണയായിട്ട് ആംബുലൻസിലെ വാർണിംഗ് ബീക്കൺസിന് ഉപയോഗിക്കാം. ഓക്കെ,
വാണിംഗ് ബീക്കൺസ്, ആ ലൈറ്റ് ബീക്കൺസ് എന്ന് പറഞ്ഞാൽ എന്താ, ലൈറ്റ്, വാണിംഗ് ലൈറ്റിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കളറ് ബ്ലൂ, റെഡ്, ആംബർ, വൈറ്റ് അണ്ടർലൈൻ ചെയ്യുന്നത് കേട്ടോ. However, the colors may differ by country. എന്താ, നമ്മുടെ രാജ്യത്തിനനുസരിച്ച് ഓരോ കൺട്രി അനുസരിച്ച് ഈ കളേഴ്സിന് വ്യത്യാസം വരാം. ഓക്കെ, പിന്നെ അടുത്തത് നെക്സ്റ്റ് പറയുന്നത് there are several technology presently used to achieve the flashing effect. These include flashing a light bulb or LED bulb, flashing or rotating halogen bulb, and strobe light, which are commonly brighter than incandescent light. പിന്നെ അതുകൂടാതെ there are several technology presently used to achieve the flashing effect. ഈ ഫ്ലാഷിംഗ് എഫക്റ്റ് കിട്ടാൻ പല പല ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് വരുന്നതാണ് these include flashing a light bulb or LED ബൾബുകൾ. ഫ്ലാഷിംഗ് ഇഫക്റ്റ് കിട്ടാൻ വേണ്ടി LED ബൾബ് യൂസ് ചെയ്യാം. ഫ്ലാഷിംഗ് ഓർ റൊട്ടേറ്റിംഗ് ഹാലജൻ, റൊട്ടേറ്റ് ചെയ്യുന്ന ഫ്ലാഷിംഗ് ഓർ റൊട്ടേറ്റ് ചെയ്യുന്ന ഹാലജൻ ബൾബുകള്, പിന്നെ ആൻഡ് സ്ട്രോബ് ലൈറ്റുകൾ അതുപോലെ തന്നെയുള്ള, പിന്നെ which are commonly brighter than. സ്ട്രോബ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഇൻകാൻഡസെന്റ് ലൈറ്റ്, സാധാരണ ജ്വലിക്കുന്ന ബൾബുകളെക്കാളും കുറച്ചും കൂടി ബ്രൈറ്റർ ആയിട്ട്, കുറച്ചും കൂടി പ്രകാശം കിട്ടുന്ന രീതിയിലുള്ള ലൈറ്റ് ആണ് സ്ട്രോബ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ. സാധാരണ ലൈറ്റ് അല്ല, അതിനേക്കാൾ കൂടുതൽ കുറച്ചും കൂടി ബ്രൈറ്റർ ആയിട്ടുള്ള ലൈറ്റ് സ്ട്രോബ് ലൈറ്റ്. ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് ആംബുലൻസിൽ ഉപയോഗിക്കാം. ഇങ്ങനെയുള്ള ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതിന്റെ അനുസരിച്ച് നമുക്ക് പല ഫ്ലാഷിംഗ് എഫക്റ്റുകൾ ഉണ്ടാക്കാം. LED ബൾബ് യൂസ് ചെയ്യാം, ഫ്ലാഷിംഗ് ഓർ റൊട്ടേറ്റിംഗ് ഹാലജൻ ബൾബ് യൂസ് ചെയ്യാം, സ്ട്രോബ് ലൈറ്റ്, സാധാരണ ലൈറ്റിനേക്കാൾ കുറച്ചുകൂടി ബ്രൈറ്റർ ആയിട്ടുള്ള സ്ട്രോബ് ലൈറ്റ്സുകളൊക്കെ യൂസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് നോക്കിയേ, സോ ആസ് ടു ഇൻക്രീസ് സേഫ്റ്റി ഇൻക്രീസ് ചെയ്യാൻ ഇറ്റ് ഈസ് ദ ബെസ്റ്റ് പ്രാക്ടീസ് ടു ഹാവ് 360 കവറേജ് വിത്ത് ദ ആക്റ്റീവ് വാർണിംഗ്, enhancing the chance of the vehicle being seen from all sides. പിന്നെ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ ആസ് ടു ഇൻക്രീസ് സേഫ്റ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഇറ്റ് ഈസ് ദ ബെസ്റ്റ് പ്രാക്ടീസ് ടു ഹാവ് എത്രയാ 360 ഡിഗ്രി കവറേജ് ഉള്ള ആക്റ്റീവ് വാർണിംഗ് ലൈറ്റുകളാണ് ഉപയോഗിക്കുന്നത്. അതായത് നമുക്കിത് ആംബുലൻസിൽ ബാക്കിലുള്ളവർക്ക് മാത്രം ലൈറ്റ് കണ്ടാൽ മതിയോ, അല്ലെങ്കിൽ ഫ്രണ്ടിലുള്ളവർക്ക് മാത്രം കണ്ടാൽ മതിയോ, സൈഡിലുള്ളവർക്ക് മാത്രം കണ്ടാൽ മതിയോ? അത് ആംബുലൻസ് എവിടെയാണ് നിർത്തുന്നത് വെച്ചാൽ 360 ഡിഗ്രി കവറേജ് കിട്ടുന്ന, എല്ലാ വശത്തേക്കും ലൈറ്റ് കിട്ടുന്ന രീതിയിലുള്ള ലൈറ്റ് വേണം. അതെന്തിനാ? സേഫ്റ്റി കൂട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഏത് വശത്ത് നിന്നാലും ആംബുലൻസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് 360 ഡിഗ്രി കവറേജ് ഉള്ള ലൈറ്റ്, ആക്റ്റീവ് വാർണിംഗ് ലൈറ്റുകൾ വേണം ഉപയോഗിക്കാൻ. എല്ലാ വശത്തേക്കും ലൈറ്റ് കിട്ടൂലേ? ഒരു വശത്തേക്ക് മാത്രമല്ല, 360 ഡിഗ്രി കവറേജ് കിട്ടുന്ന എല്ലാ വശത്തേക്കും ഉള്ള ലൈറ്റ് കിട്ടും. ഇത് എന്തിനാ? സേഫ്റ്റി കൂട്ടുന്നതിന് വേണ്ടിയിട്ട്. ഇതൊക്കെ ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ് ആണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ലൈറ്റുകളുടെ കാര്യം മാത്രമായി പറഞ്ഞത് കേട്ടോ. ഇതിനകത്ത് ആക്റ്റീവ് വിഷ്വൽ വാർണിംഗില് ലൈറ്റുകളുടെ കാര്യം പറഞ്ഞു. ഓക്കെ, ഇനി അടുത്ത് ഓഡിബിൾ വാർണിംഗ് ആണ്. ഓഡിബിൾ എന്ന് വെച്ചാൽ എന്താ? സൗണ്ട്. ഇപ്പൊ നമ്മളെ ലൈറ്റിന്റെ കാര്യം, പല രീതിയിലുള്ള ബൾബുകള്, ലൈറ്റ്, ഇതൊക്കെ 360 ഡിഗ്രി കവറേജ് കിട്ടുന്ന, എല്ലാ വശങ്ങളിലേക്കും ലൈറ്റ് കിട്ടുന്ന രീതിയിലുള്ള ബൾബുകളൊക്കെ നമുക്ക് യൂസ് ചെയ്യാന്ന് പറഞ്ഞു. ഇനി നോക്കിയേ, ഓഡിബിൾ വാർണിംഗ്. ഓഡിബിൾ എന്ന് വെച്ചാൽ കേൾക്കുന്ന രീതിയിലുള്ള, ഓഡിയോ കേൾക്കുന്ന രീതിയിൽ. ബിസൈഡ് വിഷ്വൽ വാർണിംഗ്, ആംബുലൻസ് ക്യാൻ ബി എക്വിപ്ഡ് വിത്ത് ഓഡിബിൾ വാർണിംഗ്. അപ്പൊ ഈ വിഷ്വൽ വാർണിംഗിന്റെ ഒപ്പം തന്നെ എന്ത് വേണം? ഓഡിബിൾ വാർണിംഗ് വേണം. ഇതൊക്കെ നമ്മുടെ ആംബുലൻസിന്റെ സമീപ പ്രദേശത്തൊക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ലൈറ്റ് ഒക്കെ വെച്ചിട്ട് അറിയാൻ പറ്റുള്ളൂ. കുറച്ച് ദൂരെയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ നിൽക്കുന്നതിനേക്കാളും കുറച്ച് ദൂരെയാണ് ആംബുലൻസ് എങ്കിൽ നമുക്ക് ലൈറ്റ് കാണാൻ പറ്റൂല. അപ്പൊ എന്താ പറ്റുന്നത്? നമ്മൾ അറിയുന്നേ സൗണ്ട് വേണം. ഒത്തിരി ദൂരെ നിന്ന് നമുക്ക് ആംബുലൻസ് വരുന്ന സൗണ്ട് അറിയാൻ പറ്റൂലേ? അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്, അത് ദൂരേന്നൊക്കെ നമുക്ക് സൗണ്ട് ഒക്കെ ആംബുലൻസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓഡിബിൾ വാർണിംഗ്സ് ഉപയോഗിക്കുന്നത്. സംടൈംസ് നോൺ ആസ് സൈറൻ, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? സൈറനുകൾ എന്ന് പറയുന്നത്.
which can alert people and vehicles to the presence of a ambulance before they can see. അതെന്തിനു വേണ്ടിയാ? വിച്ച് ക്യാൻ അലേർട്ട് പീപ്പിൾ, ആളുകളെ അലേർട്ട് ആക്കും, ജാഗരാക്കിയിരിക്കാനായിട്ട്, അവർക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട്. വെഹിക്കിൾ പ്രസൻസ് ഓഫ് ദ ആംബുലൻസ് ബിഫോർ ദേ ക്യാൻ സീ. അപ്പൊ കാണുന്നതിന് മുന്നേ ആംബുലൻസിന്റെ പ്രസൻസ് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്, ആളുകളെ അലേർട്ട് ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സൈറൻ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയോ? നേരെ ആംബുലൻസിന് കാണുന്നതിന് മുന്നേ നമ്മൾ ആംബുലൻസിനെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഓഡിബിൾ വാർണിങ്ങുകൾ ഉപയോഗിക്കുന്നത്, അതായത് സൈറൻ ഉപയോഗിക്കുന്നത്. അത് പലതരത്തിലുള്ള സൈറനുകൾ ഉണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇപ്പൊ സാധാരണ പേഷ്യൻസിനെ കൊണ്ടുപോകണമെങ്കിൽ, സാധാരണ പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് എമർജൻസി ആയിട്ടുള്ള പേഷ്യൻസിനെ കൊണ്ടുപോവുകയാണെങ്കിൽ അതിലൊരു സൈറൻ ആയിരിക്കും. പണ്ട് അങ്ങനെ ഇല്ല കേട്ടോ. ഇപ്പൊ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതിന്റെ അനുസരിച്ചാണ് സൈറനുകൾ പല ഇതുണ്ട്. ഓക്കെ, the first hearable warning were mechanical bell. അണ്ടർലൈൻ ചെയ്തിട്ടോ? ഫസ്റ്റത്തെ hearable warning എന്ന് പറയുന്നത് മെക്കാനിക്കൽ ബെല്ലുകളാണ്. ഫസ്റ്റത്തെ മൗണ്ടഡ് ടു either of the front of the roof of the ambulance. ആംബുലൻസിന്റെ ഫ്രണ്ടിൽ തന്നെ റൂഫിന്റെ മുകളിൽ കണ്ടിട്ടില്ലേ ബെല്ല്? ലൈറ്റ് ഉണ്ടാവും, ബെല്ലും ഉണ്ടാവും. ഹിയറബിൾ വാർണിംഗ്. ആംബുലൻസിന്റെ സൗണ്ട് ഉണ്ടാക്കാൻ അറിയാമെങ്കിലും, അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ വേണമെങ്കിൽ ഇങ്ങോട്ട് മാറ്റി തരാം കേട്ടോ. അറിയോ? ആ ഒരു പ്രത്യേക സൗണ്ട് അല്ലേ ആംബുലൻസിന്റെ? പോകുമ്പോ നമുക്ക് അവിടെ നിന്നും ആ സൗണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലെ? പിള്ളേരൊക്കെ ഇങ്ങനെ കേൾപ്പിച്ചോണ്ട് പോണ കേൾക്കാം അല്ലെ? അപ്പൊ നോക്കിയേ, അപ്പൊ ആദ്യത്തേന്ന് പറഞ്ഞാൽ എന്താണ്? മെക്കാനിക്കൽ ബെല്ലാണ്. ദ ഫസ്റ്റ് ഹിയറബിൾ വാർണിംഗ് വേർ മെക്കാനിക്കൽ ബെൽസ് mounted to either of the front of the roof of the ambulance. ആംബുലൻസിന്റെ ഫ്രണ്ടിൽ ആ റൂഫിലായിട്ട് മെക്കാനിക്കൽ ബെല്ലുകൾ ഉണ്ടാവും. എന്നാൽ ഇപ്പൊ നോക്കിയേ, most modern ambulance are now equipped with electronic sirens. ഇപ്പൊ എന്താണ്? ആംബുലൻസിലെ ഇലക്ട്രോണിക് സൈറനുകളാണ് ഉള്ളത്. അതെന്ന് പറഞ്ഞാലേ ആംബുലൻസിലെ ഡ്രൈവറിന് തന്നെ അത് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇവിടെ ആരെങ്കിലും ആംബുലൻസില് ഹസ്ബൻഡോ ബ്രദേഴ്സ് ഒക്കെ ആരെങ്കിലും ആംബുലൻസിൽ ഉണ്ടോ? അവിടെ ഉണ്ടോ? ആംബുലൻസിൽ പോകുന്നവരുണ്ടോ? ആരുടെങ്കിലും അവരോട് ചോദിച്ചറിയാൻ പറ്റും. അപ്പൊ എന്ന് പറഞ്ഞാൽ അവിടെ ആംബുലൻസിലെ ഡ്രൈവേഴ്സിന് തന്നെ ഇല്ല അല്ലെ? ഓക്കെ, ആംബുലൻസിലെ ഡ്രൈവേഴ്സിന് തന്നെ ആ സൗണ്ട് ഇപ്പൊ ആ രീതിയിലുള്ള ഇലക്ട്രോണിക് സൈറനാണ് അറേഞ്ച് ചെയ്യുക. അതല്ല, ആംബുലൻസിന് പോകാൻ വഴി നൽകണം എന്ന് കാണിക്കാനായിട്ട് ഒരു സിമ്പിൾ, ഒരു സൈറൻ, ഒരു ടൈപ്പ് ഓഫ് സൈറൻ ആയിരിക്കും. രോഗിയായിട്ട് ആംബുലൻസ് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ആംബുലൻസ് ആണെങ്കിൽ, പേഷ്യൻസിനെ കൊണ്ട് പോകുകയാണെങ്കിൽ അതിന് വേറൊരു സൗണ്ട് ആയിരിക്കും. ഓക്കെ, ഏറ്റവും അപകടകരമായിട്ടുള്ള അവസ്ഥയിൽ പോകുമ്പോൾ അതിന് വേറൊരു സൈറൻ ആയിരിക്കും. അപ്പൊ അത് ഏത് അവസ്ഥയാണ്? ഇപ്പൊ പേഷ്യൻസിന് എങ്ങനെ, ഇപ്പൊ ഡെഡ് ബോഡി കൊണ്ടുപോകുമ്പോഴാണെങ്കിൽ നമുക്ക് ചെറിയ വേറൊരു ഇതായിരിക്കും. അങ്ങനെ ആ ഡിഫറൻസ് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? സൈറന്റെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഷിയാസ് ഒക്കെ SS ഒക്കെ ഇടുന്ന, പ്രിൻസി ഇട്ടിട്ടുണ്ട്, ശ്രീജിഷ് ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. എന്നുവെച്ചാൽ അതാ എമർജൻസി അനുസരിച്ച് സൈറനും വ്യത്യാസപ്പെടുത്താം. ഇപ്പൊ അതെന്ന് പറഞ്ഞാൽ ഡ്രൈവറിന് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഡെഡ് ബോഡി കൊണ്ടുപോവുകയാണെങ്കിൽ അത് അങ്ങനെയുള്ള സൈറൻ മതി. പക്ഷെ എമർജൻസി ആയിട്ട് പോവുകയാണെങ്കിൽ അതനുസരിച്ചുള്ള സൈറൻ വേണം. അപ്പൊ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് സൈറൻസ് ആണ്. അത് വിച്ച് പ്രൊഡ്യൂസ് എ റേഞ്ച് ഓഫ് ഡിഫറെന്റ് നോയ്സ്. പല സൗണ്ട് അതിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. which ambulance operator can use to attract more attention themselves, especially when advancing through an intersection or in a heavy traffic. അതിലൊക്കെ വരുമ്പോഴും വീട് മെയിൻ റോഡിലാണ്, അപ്പോൾ വേറെ കേൾക്കാൻ കഴിയും. ഓക്കെ, വെരി ഗുഡ്. ഷിയാസ് പറഞ്ഞു മെയിൻ റോഡിലായതുകൊണ്ട് എപ്പോഴും ആംബുലൻസ് ഒക്കെ പോകുമ്പോഴേ ആ സൗണ്ട് ഡിഫറൻസ് കേൾക്കാൻ പറ്റുന്നു. അപ്പൊ ഇപ്പൊ അങ്ങനെയാണ്, ഇലക്ട്രോണിക് സൈറൻ ആയതുകൊണ്ട് ആംബുലൻസിലെ ഡ്രൈവറിന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ആ സൈറന്റെ നോയിസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പൊ അതനുസരിച്ച് നമുക്കും ഇതാക്കി കൊടുത്താൽ, ഭയങ്കര എമർജൻസി ആണെങ്കിൽ അതനുസരിച്ച്, അതിനാണ് അവർ ആ എമർജൻസിയുടെ അനുസരിച്ചാണ് ആ സൈറൻ അറേഞ്ച് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ അതിനകത്ത് പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ, പിന്നെ അതുപോലെ ഒരു സംഭവം ഉണ്ട് ഇവിടെ. ഹെവി ട്രാഫിക്കോ അല്ലെങ്കിൽ ഒരു ഇന്റർസെക്ഷനിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ എന്താ ആംബുലൻസിന്റെ ഇത് തന്നെ ചിലപ്പോൾ സെൻസ് ചെയ്യാൻ പറ്റും. സെൻസർ പോലെ എന്തെങ്കിലും ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഹെവി ട്രാഫിക് ആണെങ്കിൽ അതനുസരിച്ച് സെൻസ് ചെയ്തിട്ട് അതിനുള്ള സൗണ്ട്
എന്ത് ചെയ്യും, ചിലപ്പോ പുറപ്പെടുവിക്കും. അങ്ങനെയും ഉണ്ട് കേട്ടോ. ഒരു ജംഗ്ഷനിലൂടെയോ ഹെവി ട്രാഫിക്കിലൂടെയൊക്കെ ആംബുലൻസ് കടന്നു പോകുമ്പോൾ അതനുസരിച്ച് തന്നെ എന്ത് ചെയ്യാം, ആ സൗണ്ട് സൈറന്റെ നോയിസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ്. പിന്നെ പറഞ്ഞേക്കുന്നത് ഓഡിബിൾ വാർണിംഗിൽ പറഞ്ഞേക്കുന്നത് എ ന്യൂ ഡെവലപ്മെന്റ് ഈസ് ദ യൂസ് ഓഫ് RDS, റേഡിയോ ഡാറ്റ സിസ്റ്റം ഫോർ കാർ റേഡിയോസ്. ഇതുപോലുള്ള റേഡിയോ ഡാറ്റ സിസ്റ്റം, അതും എന്താ കമ്മ്യൂണിക്കേഷന് വേണ്ടി തന്നെയുള്ളതാണ് RDS എന്ന് പറയുന്നത്. RDS സിസ്റ്റം യൂസ് ചെയ്യുന്ന ചില ആംബുലൻസുകളുണ്ട്. അതും എന്തിനാ, കമ്മ്യൂണിക്കേഷൻ തന്നെ. റേഡിയോ ഡാറ്റ സിസ്റ്റം കമ്മ്യൂണിക്കേഷന് വേണ്ടി തന്നെയുള്ളതാണ്. അങ്ങനെയുള്ള RDS സിസ്റ്റം യൂസ് ചെയ്യുന്ന ചില ആംബുലൻസുകൾ ഇപ്പൊ ഉണ്ട്. പിന്നെ അടുത്തതാണ് ലാസ്റ്റ് വരുന്നത്, ദ ആംബുലൻസ് ഈസ് എക്വിപ്ഡ് വിത്ത് എ ഷോർട്ട് റേഞ്ച് ഓഫ് FM ട്രാൻസ്മിറ്റർ വിച്ച് ഫോർമിനേറ്റ്സ് ദ റേഡിയോ ഓഫ് കാർസ് വിത്തിൻ എ റേഞ്ച്. ഇവിടെ പറഞ്ഞിരുന്നത് ഒരു റേഞ്ചിന്റെ ഉള്ളിലുള്ള എല്ലാ മെസ്സേജും കിട്ടുന്ന രീതിയിലുള്ള ചെറിയൊരു ട്രാൻസ്മിറ്റർ, FM ട്രാൻസ്മിറ്റർ ഉണ്ടാവും. അപ്പൊ അതെന്ന് പറഞ്ഞ ഒരു റേഞ്ചാണ്. ഒരു റേഞ്ചിന്റെ ഉള്ളിലുള്ള എല്ലാ മെസ്സേജും പാസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ചെറിയ FM ട്രാൻസ്മിറ്ററും ഇതിനകത്ത് ഉണ്ടാവും. ഓക്കെ, അത്രയാണ് ഓഡിബിൾ വാർണിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു, ഫസ്റ്റത്തെ സൈറൻ പറഞ്ഞു. ആളുകളെ ആംബുലൻസിൽ കാണുന്നതിന് മുന്നേ ആളുകളെ അലർട്ട് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ സൈറനുകൾ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ ആദ്യത്തെ സൈറൻ എന്ന് പറഞ്ഞ മെക്കാനിക്കൽ ബെല്ലാണ്. അത് ആംബുലൻസിന്റെ ഫ്രണ്ടില് ടോപ്പിൽ തന്നെ റൂഫിൽ തന്നെ അത് കണക്ട് ചെയ്തിട്ടുണ്ടാവും. എന്നാൽ ഇപ്പൊ ടെക്നോളജി ഡെവലപ്പ് ചെയ്തപ്പോ അവിടെ എന്ത് വന്നു, ഇലക്ട്രോണിക് സൈറൻസ് വന്നു. അത് ആംബുലൻസിലെ ക്രൂസിൽ അല്ലെങ്കിൽ ഡ്രൈവറിന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, സൈറൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ഏത് കണ്ടീഷനിലുള്ള ആളെ, ഇപ്പൊ എമർജൻസി ആയിട്ട് കൊണ്ടുപോകുന്ന പേഷ്യൻസ് ആണെങ്കിൽ അങ്ങനെ സൈറൻ, ആ ഒരു സൈറൻ കൊടുക്കണം. ഡെഡ് ബോഡി കൊണ്ടുപോകുന്ന ആംബുലൻസ് ആണെങ്കിൽ അങ്ങനെ സൈറൻ. അപ്പൊ അതിനനുസരിച്ച് സൈറൻ ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം അവിടെ പറഞ്ഞു, ഹെവി ട്രാഫിക്കോ ഇന്റർസെക്ഷനിലൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ അത് ചിലപ്പോൾ സെൻസിറ്റീവ് ആയിരിക്കും. അപ്പൊ അതിന്റെ ഇപ്പൊ ട്രാഫിക് ആണ്, അതിനെ സെൻസ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള സൗണ്ട് ചേഞ്ച് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട്. പിന്നെ അതുപോലെ RDS സിസ്റ്റം, റേഡിയോ ഡാറ്റ സിസ്റ്റം യൂസ് ചെയ്യുന്ന ചില ആംബുലൻസുകളും ഉണ്ട്. പിന്നെ പറഞ്ഞതാണ് FM ട്രാൻസ്മിറ്റർ. അതെന്താ, ഒരു റേഞ്ചിനുള്ളിലുള്ള മെസ്സേജുകൾ പാസ് ചെയ്യുന്ന രീതിയിലാണ് അടുത്തത് FM ട്രാൻസ്മിറ്റർ യൂസ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓഡിബിൾ വാർണിംഗിന് വരുന്നതാണ്. ക്ലിയർ ആണോ? പാസീവും ആക്റ്റീവും ഒക്കെ വിഷ്വൽ സിംബലുകള്. ഇനി ഒരു കാര്യം കൂടെ ഉള്ളൂ, അതിന്റെ ഇത്രയും കൂടി നിർത്താന്ന് വിചാരിച്ചിട്ടാണ്. ബോറടിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും പറയാം, ഞാനിപ്പോ നിർത്താം. ഇല്ല, കണ്ടിന്യൂ ചെയ്തോളാം പറയുകയാണെങ്കിൽ ഈ ഒരു കാര്യം കൂടി, ചെറിയൊരു കാര്യമുള്ളൂ, ഇതുകൂടി പറഞ്ഞിട്ട് നിർത്തുന്നത്. ഓക്കെ, സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലേ. ഇനി നമുക്ക് ഒരു ക്ലാസ് കൂടി മിക്കവാറും തീരുമാനിക്കും. കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി എഴുതണമല്ലോ, അതിനുള്ള ടൈം കൂടി വേണം. ഇതിനൊക്കെ നമുക്ക് എഴുതി കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഷോർട്ട് നമുക്ക് 1 വേർഡ്സ് ഇതിന്റെ എസ്സേ പോലെ ഇങ്ങനെ നമ്മൾ വായിച്ചു പോവുകയല്ലേ ചെയ്തേ. അതിന് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് എഴുതാം. 1-2 ക്ലാസ് കൊണ്ട് എന്തായാലും ഒരു ക്ലാസ്സിൽ തീർന്നില്ലേ കുഴപ്പമില്ല, അടുത്തൊരു ക്ലാസ് കൂടി എടുത്തിട്ട് നമുക്ക് തീർക്കാം. ഓക്കെ, ഇനി അടുത്ത് കോസ്റ്റ് ആണ്. കോസ്റ്റ് അനുസരിച്ചിട്ട് തന്നെ ആംബുലൻസിനെ നമുക്ക് പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അത് നമുക്ക് അതിന്റെ കോസ്റ്റ് എങ്ങനെയാണ് അതിനെ നമ്മൾ ഈടാക്കുന്ന പേയ്മെന്റ് ഇതനുസരിച്ച് ആംബുലൻസിന് നമുക്ക് കോസ്റ്റ് അനുസരിച്ച് 4ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ് ഉണ്ട്, പ്രൈവറ്റ്ലി ഫണ്ടഡ് സർവീസ് ഉണ്ട്, ചാരിറ്റി ഫണ്ടഡ് സർവീസ് ഉണ്ട്, ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ് ഉണ്ട്. ഓക്കെ, നമ്മൾ കോസ്റ്റ് അനുസരിച്ച് തന്നെ ആംബുലൻസിനെ നമുക്ക് പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാ? ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ്, പ്രൈവറ്റ്ലി ഫണ്ടഡ് സർവീസ്, ചാരിറ്റി ഫണ്ടഡ് സർവീസ്, ദെൻ ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ്. Okay, the ambulance ride cost can be paid from several sources. ആംബുലൻസിന്റെ റൈഡ് കോസ്റ്റ് നമ്മൾ അത് ആംബുലൻസ് സർവീസ് നൽകുമ്പോൾ നമുക്കൊരു കോസ്റ്റ് കൊടുക്കണമല്ലോ. ആംബുലൻസ് നമ്മൾ വിളിക്കുകയാണെങ്കിൽ അതിനൊരു കോസ്റ്റ് കൊടുക്കണ്ടേ? അത് നമുക്ക് പല രീതിയിൽ പേ ചെയ്യാൻ പറ്റും. The ambulance ride cost can be paid for several sources. പല രീതിയിലൂടെ നമുക്ക് അടയ്ക്കാൻ പറ്റും.
and this will relay the local situation or kind of service being provided. ഏത് സർവീസാ നമ്മൾ എടുക്കുന്നത് ചൂസ് ചെയ്യുന്നത് അതനുസരിച്ച് നമുക്ക് അതിന്റെ ആ പേയ്മെന്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. ബൈ ഹൂം ആൻഡ് ടു ഹൂം, ആർക്ക് ആരിനൊക്കെയാണ് എന്നുള്ള അനുസരിച്ച് ആരിലൂടെ എന്നൊക്കെ ഉള്ള രീതിക്ക് നമുക്ക് കിട്ടുന്ന ആ സർവീസ് അനുസരിച്ചിട്ടൊക്കെ നമുക്ക് അതിന് കൊടുക്കുന്ന പേയ്മെന്റും പല രീതിയിൽ കൊടുക്കാം. അപ്പൊ അങ്ങനെ കോസ്റ്റിന് ബേസ് ചെയ്തിട്ട് നമുക്ക് 4 ആയിട്ട് തന്നെ തിരിക്കാം. ഏതാ? ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ്. ഇതെന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഫണ്ടഡ് എന്ന് പറഞ്ഞാൽ എന്താ? The full or the majority part of the cost of the transport by ambulance is borne by the local, regional or national government through their ordinary taxation. Ordinary taxation ഉൾപ്പെടെ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുക, ഇപ്പൊ നിങ്ങളൊക്കെ എവിടെയാ? പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനിലൊക്കെയാണോ? ഇപ്പൊ പഞ്ചായത്തില് കിടന്ന് മരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കാം. നിങ്ങൾ പഞ്ചായത്തില് ഇതാണെന്ന് വിചാരിക്കാം. അപ്പൊ എന്താ? അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഒരാള് മരണപ്പെട്ട് കഴിഞ്ഞാല് നമ്മളത് വേണ്ടപ്പെട്ട പഞ്ചായത്തിലാണെങ്കിൽ ഏറ്റവും താഴെയുള്ളത് പഞ്ചായത്ത് മെമ്പർ അല്ലേ? ഓക്കെ, ഇവിടെ പഞ്ചായത്ത്, ഞാനും പഞ്ചായത്തിലാണ്. ഓക്കെ, അപ്പൊ എല്ലാ നമ്മുടെ വീടുകളിൽ ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ നമ്മൾ ഉടനെ തന്നെ പഞ്ചായത്തിൽ അറിയും. പഞ്ചായത്ത് മെമ്പറിനോട് പറയും അല്ലെ? പഞ്ചായത്ത് മെമ്പറിനോട് ഇങ്ങനെ പറയുമ്പോൾ എന്താണ്? അപ്പൊ ഈ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ഇപ്പൊ മുനിസിപ്പാലിറ്റിയിൽ മരിക്കുകയാണെങ്കിൽ നമ്മൾ മുനിസിപ്പാലിറ്റിയില്, ഇപ്പൊ കോർപ്പറേഷനിലാണെങ്കിൽ അവിടെ, അങ്ങനെ നമ്മൾ അവരെ അറിയിക്കുകയാണെങ്കിൽ അവരുടെ കീഴിൽ വരുന്ന ഒരു ഇതാണ്, ഒരു ആംബുലൻസ് ആണ്. മുനിസിപ്പാലിറ്റിയുടെയോ ഈ അതുപോലെ തന്നെ നമ്മുടെ കോർപ്പറേഷന്റെയോ പഞ്ചായത്തിന്റെയോ അതിന്റെ ഫണ്ടിൽ വരുന്നതാണ്. അപ്പൊ ഇങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ മെമ്പറെ വിളിച്ചു കഴിഞ്ഞാൽ, പഞ്ചായത്തിലാണെങ്കിൽ പഞ്ചായത്ത് മെമ്പറിനെ വിളിച്ചു കഴിഞ്ഞാല് അവരെന്ത് ചെയ്യും? അവര് അവർക്കടെ ഇപ്പൊ പഞ്ചായത്തിൽ നിന്ന് തന്നെ ഒരു ആംബുലൻസ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പൊ അതിന്റെ കീഴില് ഒരു ആംബുലൻസ് അവര് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ എന്താ പറഞ്ഞ, അപ്പൊ നമ്മൾ സാധാരണ ഒരു പ്രൈവറ്റ് ആളുകളിൽ നിന്ന് വിളിക്കുന്നതിനെ വെച്ചിട്ട് ചിലപ്പോ എമൗണ്ട് കുറച്ച് ചെറിയ കുറവായിരിക്കും വേണമെങ്കിലും. വാർഡ് മെമ്പറോ കൗൺസിലറോ, ഇപ്പൊ ഇതിനെ മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ കൗൺസിലറാണ്. അപ്പൊ അവരോട് പറയുമ്പോ അവര് എന്ത് ചെയ്യുന്നു? അവര് വിളിച്ചു പറഞ്ഞ് അതിന്റെ ഇപ്പൊ ഈ പഞ്ചായത്തിന്റെ കീഴിൽ ആംബുലൻസ് ഉണ്ട്, കോർപ്പറേഷന്റെ കീഴിൽ ആംബുലൻസ് ഉണ്ടെങ്കിൽ അവര് വിളിച്ചു പറയുമ്പോൾ എന്ത് ചെയ്യുന്നു? അവിടെ നിന്ന് നമുക്ക് ആംബുലൻസ് കിട്ടും. അപ്പൊ നമ്മൾ പ്രൈവറ്റ് ആയിട്ട് നമ്മൾ പേഴ്സണലിൽ വിളിച്ചൊരു ആംബുലൻസ് സർവീസ് പറയുന്നതിനേക്കാൾ കൂടുതൽ എന്താ? കുറച്ചും കൂടി ചെലവ് കുറവായിരിക്കും. അതിന്റെ കീഴിൽ വരുന്നതുകൊണ്ട് പേയ്മെന്റ് ചിലപ്പോൾ കുറവായിരിക്കും. ഇതാണ് ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ് എന്ന് പറയുന്നത്. The full or the majority part of the cost of the transport by the ambulance is borne by the local, regional or national government through their ordinary taxation. ഒരു ചെറിയൊരു എമൗണ്ട് ഒക്കെ കൊടുത്താൽ മതിയാവും അവിടെ. ഓക്കെ, രണ്ടാമത്തെന്ന് വെച്ചാൽ പ്രൈവറ്റ്ലി ഫണ്ടഡ് ആണ്. അപ്പൊ നമ്മൾ വേറെ ആരുമായിട്ട് വരുന്നില്ല, പ്രൈവറ്റ് ഒരു ആംബുലൻസ് ആവശ്യപ്പെടുകയാണ്, സർവീസ് ആവശ്യപ്പെടുകയാണ്. ദ കോസ്റ്റ് ഓഫ് ദ ആംബുലൻസ് ട്രാൻസ്പോർട്ട് ഷുഡ് ബി ദംസെൽസ്. അപ്പൊ അതിന്റെ പേയ്മെന്റ് ആരും കൊടുക്കണം? നമ്മൾ തന്നെ കൊടുക്കണം അല്ലെ? അത് ചിലപ്പോ നമ്മള് ഈ പഞ്ചായത്തിൽ നിന്നൊക്കെ വരുന്ന അതിൽ നിന്ന് വരുന്ന ആംബുലൻസിന്റെ സർവീസിനേക്കാളും കുറച്ചുകൂടി പേയ്മെന്റ് കൂടുതലായിരിക്കും. ഇതാണ് പ്രൈവറ്റ്ലി ഫണ്ടഡ് എന്ന് പറഞ്ഞ ഇതിന്റെ പ്രത്യേകത. അവിടെ പേയ്മെന്റ് കുറച്ചുകൂടി കൂടുതലായിരിക്കും. അവിടെ പേയ്മെന്റ് ഉണ്ടാകാം, അത് കൂടുതലായിരിക്കും. അപ്പൊ ഇനി നമ്മളിപ്പോ ഇൻഷുറൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഇൻഷുറൻസ് കമ്പനി തന്നെ പേയ്മെന്റ് അഫോർഡ് ചെയ്തോളും. അങ്ങനെ ഓക്കെ, ആ ഫണ്ട് അവര് അഫോർഡ് ചെയ്തോളും. അങ്ങനെയുള്ളതാണ് പ്രൈവറ്റ്ലി ഫണ്ടഡ്. അപ്പൊ ഗവൺമെന്റ് ഫണ്ടഡ് സർവീസിന് നോക്കുമ്പോൾ പ്രൈവറ്റ്ലി ഫണ്ടഡ് സർവീസിന് ആംബുലൻസിന് പേയ്മെന്റ് എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ, പിന്നെ അടുത്തത് ചാരിറ്റി ഫണ്ടഡ് സർവീസ് ആണ്. ചാരിറ്റി ഫണ്ടഡ് സർവീസ് എന്ന് പറഞ്ഞ ഒരു ചാരിറ്റിയെ പ്രൊവൈഡ് ചെയ്യുന്നത്. Transport by ambulance may be given free charge to patient by a charity. ഒരു ചാരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഒരു നമ്മുടെ വീട്ടിൽ ആരെങ്കിലും മരിച്ചു, നമ്മൾ ചാരിറ്റിയുടെ ഇതിനകത്തായിരിക്കുകയാണെങ്കിൽ അവര് എന്ത് ചെയ്യുന്നു? ആംബുലൻസ് പ്രൊവൈഡ് ചെയ്യും. അതെങ്ങനെയായിരിക്കും? ഫ്രീ ആയിരിക്കും. നോക്കിയേ, മേ ബി given free of charge to patients by a charity. കണ്ടോ? അപ്പൊ ആ ചാരിറ്റിയുടെ കീഴിലാണ് തരുന്നത്. അപ്പൊ എന്താ? അവിടെ ഫ്രീ ചാർജ് ആയിരിക്കും.
വേറെ പൈസ ഒന്നും വേണ്ട, നമ്മൾ ചാരിറ്റിക്ക് വേറെ പൈസ ഒന്നും കൊടുക്കണ്ട. പക്ഷേ ഒരു കാര്യമുണ്ട്, ഓൾ ദ കോൺട്രിബ്യൂഷൻ മേ ബി സോൾഡ് ഫോർ ദ സർവീസസ് റിസർവ്ഡ്. അപ്പൊ നമുക്കൊരു സർവീസ് തരികയാണല്ലോ, ആ ചാരിറ്റി നമുക്ക് ഫ്രീ ആയിട്ട് ആർട്ടിക്സ് തരികയാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് അതിൽ പ്രത്യുപകാരം എന്നുള്ളതിൽ നമുക്ക് വേണമെങ്കിൽ ആ ചാരിറ്റിക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ കൊടുക്കാം. അത് അവർ സ്വീകരിക്കും. പൈസ ആയിട്ട് കൊടുക്കണമെന്നില്ല, അവര് ഫ്രീ ആണ്. പക്ഷെ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ വേണമെങ്കിൽ കൊടുക്കാം. അതായത് ഇപ്പൊ പേഷ്യൻസ് ഉപയോഗിച്ച വല്ല വാട്ടർ ബെഡ്, കിടപ്പ് രോഗികളൊക്കെയാണ് ഈ വാട്ടർ ബെഡ് ഒക്കെ ഉണ്ട്. ഇനിയിപ്പോ നമുക്കത് വേറെ ഉപയോഗമൊന്നുമില്ലോ, നമ്മളത് വീട്ടിൽ വെച്ചിട്ട് കാര്യമില്ല. അപ്പൊ അത് വേണമെങ്കിൽ, അപ്പൊ ആംബുലൻസ് നമുക്ക് സർവീസ് ചാരിറ്റി തന്നപ്പോ നമുക്ക് വേണമെങ്കിൽ ആ ഒരു ഇതിന്റെ ഒരു പ്രത്യുപകാരം എന്ന നിലയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ചാരിറ്റിക്ക് അത് കോൺട്രിബ്യൂഷൻ ആയിട്ട് കൊടുക്കാം, സംഭാവനയായിട്ട് കൊടുക്കാം. ഓക്കെ, പേഷ്യൻസ് ഉപയോഗിച്ച അങ്ങനെ എന്തെങ്കിലും മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് വെറുതെ എടുത്ത് കളയാതെ അപ്പൊ നമുക്ക് അത് ചാരിറ്റിക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? മനസ്സിലാവുന്നില്ല നിനക്ക്? ചാർജ് പക്ഷെ എന്താ, ഫ്രീ ആണ്. അവര് ചാരിറ്റി വേറെ ആംബുലൻസ് സർവീസ് തരുന്നതിന് വേറെ പൈസ ഒന്നും മേടിക്കുന്നില്ല. പക്ഷെ നമുക്കൊരു ഫ്രീ ആയിട്ട് തരുമ്പോ നമുക്കൊരു എന്താ പറയാ, നമുക്കൊരു ഇതെന്നുള്ള നിലയിൽ നമുക്ക് വേണമെങ്കിൽ ചാരിറ്റിക്ക് എന്തെങ്കിലും സംഭാവന കൊടുക്കാം, കോൺട്രിബ്യൂഷൻ ആയിട്ട് ആ പേഷ്യന്റ് ഉപയോഗിച്ച എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചാരിറ്റിക്ക് കൊടുക്കാം. അത് അവർ സ്വീകരിക്കും. ഓക്കെ, ഇനി അടുത്ത ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ് ആണ്. ഇതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഹോസ്പിറ്റൽ ഈ ഒരു ഇത് പോസ്റ്റ് അനുസരിച്ച് ആംബുലൻസിനെ ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ് എന്ന് പറഞ്ഞാൽ എന്താ, ഹോസ്പിറ്റൽസ് മേ പ്രൊവൈഡ് ദ ആംബുലൻസ് ട്രാൻസ്പോർട്ട് ഫ്രീ ഓഫ് ചാർജ് on the condition that patient use the hospital services which they may have to pay for. നോക്കിയേ, ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ് എന്ന് പറഞ്ഞാൽ അപ്പൊ ഏതിന്റെ കീഴിൽ വരുന്നതായിരിക്കും? ഹോസ്പിറ്റലിന്റെ കീഴിൽ വരുന്ന ആംബുലൻസുകളായിരിക്കും. The hospital may provide the ambulance transport free of charge. അതെങ്ങനെയാ ഫ്രീ ആയിട്ട് നമുക്ക് അവര് സർവീസ് ചെയ്യും. പക്ഷെ എന്താ ഒരു കണ്ടീഷൻ ഉണ്ട് അവിടെ, ഓൺ ദ കണ്ടീഷൻ ദാറ്റ് ദ പേഷ്യന്റ് യൂസ് ദ ഹോസ്പിറ്റൽ സർവീസസ്. ഇപ്പൊ പേഷ്യന്റ് ഒരാഴ്ചയായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കാന്ന് വിചാരിക്കാം. അത് 2 ആഴ്ചയായിട്ട് ആ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പൊ ആ 2 ആഴ്ചയും കൊണ്ട് ഹോസ്പിറ്റലുകാർ കുറെ കാശ് മേടിച്ചെടുക്കൂലേ? ഇല്ലേ? കാശ് മേടിച്ചെടുക്കൂലേ? പേഷ്യന്റ് കിടക്കുമ്പോ പല ലാസ്റ്റ് ഒരു ബില്ലൊന്നും വരും അല്ലേ? ബില്ല് ചാർജുകൾ, അത് ചാർജ്, ഇത് ചാർജ്, ബില്ലിങ് ഇതിനകത്ത് വരുമ്പോ അല്ലെ, ഓരോ ഇത് വെച്ചിട്ട് ഓരോ സെക്ഷൻ തിരിച്ച് നല്ലൊരു എമൗണ്ട് ഹോസ്പിറ്റലുകാർ നമ്മുടെ കയ്യിൽ മേടിച്ചെടുക്കും അല്ലേ? അപ്പൊ അങ്ങനെ 2 ആഴ്ച ആ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ കിടന്നപ്പോ തന്നെ ആ പേഷ്യന്റിന്റെ കയ്യിന്ന് കുറച്ച് കാശ് ആശുപത്രി ഓൾറെഡി മേടിച്ചിട്ടുണ്ടാവും. അപ്പൊ എന്താ, അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ കിടന്ന് തന്നെ മരിച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ എന്താ, അവര് ഫ്രീ ആയിട്ട് ആ ഡെഡ് ബോഡി വീട്ടിൽ എത്തിച്ചേരും. പക്ഷെ അവർക്ക് വേറെ എന്തെങ്കിലും നഷ്ടമൊന്നുമില്ല. ഓൾറെഡി ആ പേഷ്യന്റ് ആയിട്ട് കുറച്ച് കാശ് മേടിച്ചു വെച്ചിട്ടില്ല അവിടെ പല രീതിയില്. കാര്യം നമുക്ക് ഓരോ സർവീസ് തരുന്നതിന്റെ ചാർജാണ് ഹോസ്പിറ്റലിൽ ഈടാക്കുന്നത്. എങ്കിൽ പോലും ആ പേഷ്യൻസ് ആ ഹോസ്പിറ്റലിൽ അത്രയും നാള് ആ സർവീസ് യൂസ് ചെയ്തത് ഉപയോഗിച്ചല്ലോ, ഹോസ്പിറ്റലിന്റെ സർവീസ് യൂസ് ചെയ്ത്. അപ്പൊ അതിനൊരു ബെനിഫിറ്റ് നമുക്കൊരു ഇത് നമ്മൾ ഹോസ്പിറ്റലിന്റെ ഒരു ബില്ലായിട്ട് ഒരു തുക അടയ്ക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു ഇതിന്റെ പേരിൽ ഹോസ്പിറ്റലിൽ അപ്പൊ എന്ത് ചെയ്യും, ആ മരിച്ചു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് പിന്നെ അത് അവരുടെ പേഷ്യന്റ് ആയിട്ട് കാശ് മേടിക്കൂല. അങ്ങനെ ആ സർവീസ്, ഹോസ്പിറ്റൽ സർവീസ് ആ പേഷ്യന്റ് യൂസ് ചെയ്യുന്നത് കൊണ്ട് എന്ത് ചെയ്തു, ഹോസ്പിറ്റൽ ഫ്രീ ആയിട്ട് തന്നെ ഡെഡ് ബോഡി വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കും. അതാണ് ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയതൊക്കെ നോക്കിയേ. ഒരു അഡീഷണൽ ബെനിഫിറ്റ് പോലെ ഹോസ്പിറ്റലുകാര് ഡെഡ് ബോഡി ഫ്രീ ആയിട്ട് വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കും. അതില് വേറെ ഹോസ്പിറ്റലിൽ നഷ്ടമൊന്നും ഇല്ല. ഓൾറെഡി ആ പേഷ്യന്റ് അവിടെ അഡ്മിറ്റ് ആയി കഴിയുമ്പോൾ കുറച്ച് കാശൊക്കെ ആ പേഷ്യന്റ് അതിന് മേടിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് വേറെ അങ്ങനെ ഒന്ന് ജസ്റ്റ് വരുന്നതിന് വേറെ പ്രശ്നമില്ല. അപ്പൊ അങ്ങനെ ഹോസ്പിറ്റലിന്റെ ഓരോ ചാർജുമാണ് നമ്മൾ ഈ ആംബുലൻസിന്റെ ഓരോ ചാർജും നമ്മളപ്പോ അതിനകത്ത് മനസ്സിലാക്കി. ഓക്കെ, പറയാം. ഇങ്ങനെ ഓറടിക്കണ്ടോ? ഇല്ല അല്ലെ? കഥ പോലെ കേട്ടിരിക്കാൻ നല്ല രസമുണ്ട് അല്ലെ? എന്താ നമ്മൾ പറഞ്ഞത്, ആംബുലൻസിന്റെ കോസ്റ്റിന് വെച്ച് കുറച്ചെന്നൊക്കെ ഇട്ടുണ്ട് ആരൊക്കെയോ. ഇത് കുറച്ച് കൂടുതൽ ഓറടിക്കണ്ടെന്ന് പറയും അല്ലെ?
ഓക്കെ, ഞാൻ ഇനി ബോറടിപ്പിക്കുന്നില്ല. ഇത്രയും കൂടി അവരുടെ അടുത്ത് നിർത്താന്ന് വിചാരിച്ചിട്ടാട്ടോ. കോസ്റ്റ് അനുസരിച്ച് നമുക്ക് ആംബുലൻസിന് ഏതാണ് ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ് ഉണ്ട്, പ്രൈവറ്റ്ലി ഫണ്ടഡ് ഉണ്ട്, ചാരിറ്റി ഫണ്ടഡ് ഉണ്ട്, ഹോസ്പിറ്റൽ ഫണ്ടഡ് ഉണ്ട്. ഗവൺമെന്റ് ഫണ്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ അതിന്റെ കീഴിൽ വരുന്നതാണ്. അപ്പൊ അവിടെ ആരെങ്കിലും നമ്മുടെ ഇപ്പൊ പഞ്ചായത്തിലുള്ള ആൾ മരിച്ചു കഴിഞ്ഞാല് പഞ്ചായത്ത് മെമ്പറെ അറിയിക്കുമ്പോൾ അവർക്കുടെ ഇതിനകത്ത് ഒരു ആംബുലൻസ് പ്രൊവൈഡ് ചെയ്യും. അതിന് സാധാരണ വിളിക്കുന്നതിനേക്കാൾ ചാർജ് കുറവായിരിക്കും. പിന്നെ പ്രൈവറ്റ്ലി ഫണ്ടഡ് പ്രൈവറ്റ് ആയിട്ട്, അപ്പൊ പൈസ കൂടുതലായിരിക്കും അതിനകത്ത്. ഇനിയെല്ലാം ഇൻഷുറൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്തോ അത് അഫോർഡ് ചെയ്തോളൂ. പിന്നെ ചാരിറ്റി ഫണ്ടഡ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ ആ ചാരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ അതിന് കാശൊന്നും മേടിക്കില്ല, ഫ്രീ ആയിട്ട് ചാരിറ്റി നമുക്ക് ആംബുലൻസ് സർവീസ് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അതിന്റെ എന്താ നമ്മൾ അതിന്റെ പ്രത്യുപകാരമായിട്ട് ആ ചാരിറ്റിക്ക് നമുക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് കൊടുക്കുകയാണെങ്കിൽ അവരത് സ്വീകരിക്കും. ഓക്കെ. പിന്നെ അടുത്ത ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഷ്യൻസ് ഹോസ്പിറ്റലിൽ കുറച്ച് ദിവസം ട്രീറ്റ്മെന്റിൽ ഇരുന്നിട്ട് മരിക്കുകയാണെങ്കിൽ അപ്പൊ ഓൾറെഡി കുറെ പൈസ പേഷ്യന്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ എടുക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന നിലയിൽ അവിടെ കിടന്ന് മരിക്കുമ്പോൾ ഫ്രീ ആയിട്ട് തന്നെ ഡെഡ് ബോഡി വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കും. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഇതിന്റെ വേറെ ക്വസ്റ്റ്യൻസ് വേണ്ട, നമുക്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എഴുതാം. പിന്നെ ഇത്രയും ഭാഗത്തുള്ള മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് ഞാൻ തരാം. ഓക്കെ, ഹോസ്പിറ്റൽ ഫണ്ടഡ് മനസ്സിലായി. ഇത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ കോസ്റ്റ് അനുസരിച്ച് ആംബുലൻസ് ഒക്കെ ഇതിനകത്ത് ഏതെങ്കിലും നന്നായിട്ടേ അപ്പൊ ഇതിൽ വരുന്നതെന്ന് ചോദിക്കാൻ വേണമെങ്കിൽ ഇപ്പൊ നമ്മള് in which of the following type of ambulance the cost of the ambulance transport should be themselves or through their ambulance or their insurance company. അപ്പൊ അതിനകത്ത് ഏതിൽ വരുന്നതെന്ന് ചോദിക്കാം. പ്രൈവറ്റ്ലി ഫണ്ടഡിലാണോ, ചാരിറ്റി ഫണ്ടഡ് സർവീസിലാണോ, ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസിലാണോ, ഗവൺമെന്റ് ഫണ്ടഡ് സർവീസിലാണോ വരുന്നത്, അങ്ങനെ ചോദിക്കാന്ന് പറഞ്ഞു. അപ്പൊ അത് ഓരോന്നും ഒന്ന് ക്ലിയർ ആക്കി മനസ്സിലാക്കുക. ഇപ്പൊ ചാരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ആംബുലൻസ് ആണ്. ട്രാൻസ്പോർട്ട് ബൈ ദ ആംബുലൻസ് മേ ബി given ഫ്രീ ഓഫ് ചാർജ് ടു പേഷ്യൻസ് ബൈ എ ചാരിറ്റി. അതായത് ആംബുലൻസ് ആ ചാരിറ്റി ഫണ്ടഡ് സർവീസിൽ വരുന്നതാണ്. ഹോസ്പിറ്റൽ മേ പ്രൊവൈഡ് ദ ആംബുലൻസ് ട്രാൻസ്പോർട്ട് ഫ്രീ ഓഫ് ചാർജ് ടു പേഷ്യൻസ്. അങ്ങനെ വരികയാണെങ്കിൽ ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ്. അത് ഏതാന്നൊക്കെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കണം മാത്രം. ഇത്രയും ഭാഗത്തു നിന്നുള്ള മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് തരാം കേട്ടോ. ഓക്കെ, നമുക്ക് ക്ലാസ് ഒന്ന് വൈകിട്ട് ഇടാലോ. കുറച്ച് എടുത്തുള്ളൂ, ഒരുപാടൊന്നും നമ്മൾ എടുത്തില്ല. പല ടൈപ്പ് ആംബുലൻസ് പറഞ്ഞു ആദ്യം അല്ലെ. ടൈപ്പ് എ, ടൈപ്പ് ബി, ടൈപ്പ് സി, ടൈപ്പ് ഡി, ലെവൽ ഓഫ് കെയർ അനുസരിച്ച് അത് പറഞ്ഞു. പിന്നെ ആംബുലൻസിലുള്ള എക്യുപ്മെന്റ്സുകൾ, ഇപ്പൊ പേഷ്യൻസിന് ട്രീറ്റ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾക്ക് പുറമെ ആംബുലൻസിന് കുറച്ചുകൂടി എക്യുപ്മെന്റ്സുകൾ ഉണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് അതാണ് നമ്മൾ പിന്നെ പറഞ്ഞത്. ഏഴെണ്ണം പറഞ്ഞു. പിന്നെ നമ്മള് വിഷ്വൽ വാണിംഗ്, എമർജൻസി കാണിക്കാൻ ഉപയോഗിക്കുന്ന സിമ്പിളുകളാണിത്. പിന്നെ പാസീവ് വിഷ്വൽ പറഞ്ഞു, ആക്റ്റീവ് വിഷ്വൽ വാണിംഗ് പറഞ്ഞു. പാസീവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്ത് പാറ്റേൺ ബർത്ത് മാർക്കിങ്, അതൊക്കെ പാറ്റേൺ ബർത്ത് മാർക്കിങ്, ഇങ്ങനെയുള്ള സിമ്പിളുകളൊക്കെ പാസീവില് വരുന്നതാണ്. എന്നാൽ ആക്റ്റീവില് വരുന്നതാണ് ഈ ലൈറ്റുകളും സൈറനുകളും. അതൊക്കെ ആക്റ്റീവ് ആയിരിക്കുമ്പോൾ പേഷ്യൻസിനെ കൊണ്ട് പോകുമ്പോഴൊക്കെ എമർജൻസി കാണിക്കുമ്പോഴൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ആക്റ്റീവ് വിഷ്വൽ വാണിംഗ്. പലതരത്തിലുള്ള ലൈറ്റിങ്ങുകൾ പറഞ്ഞു. പിന്നെ ഓഡിബിൾ വാണിംഗ് അതൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ കോസ്റ്റ് അനുസരിച്ചിട്ട് ആംബുലൻസിൽ നമുക്ക് 4 ക്ലാസിഫൈ ചെയ്യാന്നുള്ളത് പറഞ്ഞു. ഓക്കെ, ആരൊക്കെയോ എന്തൊക്കെയോ മെസ്സേജുകൾ ഇടുന്നുണ്ട്. ക്ലിയർ ആണെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കുഴപ്പമില്ലാത്ത ചാപ്റ്റർ അല്ലേ. ഇനി ഒരു ചാപ്റ്റർ കൂടി ഉള്ളു. അത് ട്രീസാമാൻ എടുത്തോളാന്ന് പറഞ്ഞില്ല. മോർച്ചറി എന്ന് പറഞ്ഞ ചാപ്റ്റർ ട്രീസാമാനിന് അടുത്ത ആഴ്ച നിങ്ങൾക്ക് ഇപ്പോ ജസ്റ്റ് അടുത്ത ആഴ്ചക്ക് ക്ലാസ് 2 എണ്ണമൊക്കെ വരില്ലേ. അടുത്ത ആഴ്ച 1-2 ദിവസം കൂടി എഴുതി ചേർത്ത് നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് എക്സാം ആയിരിക്കും ഓണം കഴിഞ്ഞിട്ടേ. ഇപ്പൊ ഈ ഒരാഴ്ച നമുക്ക് 2-3 ദിവസം കൂടിയൊക്കെയല്ലേ ഉള്ളൂ. ഇനിയിപ്പോ നമുക്ക് ക്ലാസ്സിന് ഫ്രൈഡേ അല്ലേ നമുക്ക് ക്ലാസ്. അല്ല, മിക്കവാറും ക്ലാസ് രാവിലെ ഓണം സെലിബ്രേഷൻ ആയിരിക്കും. എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ തന്നായിരുന്നോ? ഓണം സെലിബ്രേഷന്റെ എന്തെങ്കിലും പറഞ്ഞ ക്ലാസ് ഇടുമായിരിക്കും കേട്ടോ.
ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ നമുക്ക് ഇന്നിപ്പോ ട്യൂസ്ഡേ ക്ലാസ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഫ്രൈഡേ ആണ് ക്ലാസ്. അതിപ്പോ എങ്ങനെയാണെന്ന് അറിയില്ല. സെലിബ്രേഷൻ ആണെങ്കിൽ ചിലപ്പോൾ ക്ലാസ് ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരും. അങ്ങനെയാണെങ്കിൽ അടുത്ത ആഴ്ച നമുക്ക് 1 or 2 അത്രയും മാക്സിമം മതിയാവും ക്ലാസ്. അതുപോലെ നമുക്ക് ഏകദേശം തീർക്കാൻ പറ്റും. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതുന്നതില്ല, കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്നും നമുക്ക് ക്ലാസ്സിൽ അതുകൂടി ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ ക്ലിയർ ആവും. ഓക്കെ, വലിയ പ്രശ്നമൊന്നും ഇല്ല. അവർക്ക് എക്സാം എളുപ്പമായിരിക്കും കേട്ടോ, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഇത്രയും നേരം ഓക്കെ ഓക്കെ ബൈ. Thank you, ma'am.